रघुपति राघव राजा राम पतित पावन सीताराम. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, സഹൃദയരെ, സംഘാടന മികവ് കൊണ്ടും സജീവ ജനപങ്കാളിത്തം കൊണ്ടും വിഷയങ്ങളുടെ വൈവിധ്യം കൊണ്ടും പങ്കെടുത്ത പ്രഗത്ഭ വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ട നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായി നടക്കുന്ന നമ്മുടെ വടകരയുടെ ഗാന്ധി ഫെസ്റ്റ് അതിൻ്റെ സമാപനത്തിലേക്ക് കടക്കുമ്പോൾ അവസാനത്തെ സെഷൻ, 11ാമത്തെ സെഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. ഒരു ഗാന്ധി ഫെസ്റ്റിലും മാറ്റി നിർത്താൻ കഴിയാത്ത അത്ര പ്രസക്തമായ ഒരു വിഷയമാണ് ഏറ്റവും അവസാനത്തെ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഗാന്ധി, അംബേദ്കർ, ലോഹ്യ. മഹാത്മാഗാന്ധിജിയും ഭീംറാവു അംബേദ്കർ, റാം മനോഹർ ലോഹ്യ എന്ന ത്രയം എങ്ങനെയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ, നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടപെട്ടിട്ടുള്ളത്, അവർ തമ്മിലുള്ള സംവാദങ്ങൾ, തർക്കങ്ങൾ എങ്ങനെയാണ് ഗാന്ധിയൻ ദർശനങ്ങൾക്ക് കൂടുതൽ ആശയ വ്യക്തത കൈവരിക്കാൻ സഹായിച്ചിട്ടുള്ളത് എന്ന് ഈ സെഷനിൽ ചർച്ച ചെയ്യപ്പെടും. ഗാന്ധി അംബേദ്കർ സംവാദങ്ങൾ ചരിത്രരേഖകളായി നമ്മുടെ മുമ്പിലുണ്ട്. സംവാദങ്ങളും തർക്കങ്ങളും ചോദ്യങ്ങളും ആശയങ്ങൾക്ക് കൂടുതൽ തെളിച്ചം പകരും. അത്തരത്തിൽ നവീകരിക്കപ്പെട്ട കൂടുതൽ തെളിമയാർന്ന ഗാന്ധിയൻ ദർശനങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളുമായി റാം മനോഹർ ലോഹ്യ കൂടി ചേരുമ്പോൾ പുതിയ കാഴ്ചപ്പാടുകളും പുതിയ ദർശനങ്ങളും മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. പ്രത്യേകിച്ച് ചോദ്യങ്ങളെ ഭയപ്പെടുന്ന, സംവാദങ്ങളെ നിശബ്ദമാക്കുന്ന, ചർച്ചകളെ ഉന്മൂലനം ചെയ്യുന്ന വർത്തമാനകാല വ്യവസ്ഥിതിയിൽ ഇത്തരം സംവാദങ്ങളുടെ ചരിത്രം തീർച്ചയായും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതിൽ നമ്മളോട് സംസാരിക്കുന്ന പ്രമുഖ വ്യക്തികൾ, ഒന്ന് ഡോക്ടർ വർഗീസ് ജോർജ് സാറാണ്. സോഷ്യലിസ്റ്റ് നേതാവും സോഷ്യലിസ്റ്റ് ചിന്തകനുമായ വർഗീസ് ജോർജ് സാറ്, എനിക്ക് തോന്നുന്നത് ലോഹ്യൻ തിസീസിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള വർഗീസ് ജോർജ് സാറിനെ നമ്മുടെ സംഘാടക സമിതിക്കും വടകരയിലെ സഹൃദയർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് ബോബി തോമസ്, പ്രമുഖ ആക്ടിവിസ്റ്റും ചിന്തകനും എഴുത്തുകാരനുമായ ബോബി തോമസ് സാറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ ചർച്ച നയിക്കുന്നത്, ഇതിൻ്റെ മോഡറേറ്ററായി ഇരിക്കുന്നത് അഡ്വക്കേറ്റ് വിനോദ് പയ്യട ആണ്. അഡ്വക്കേറ്റ് വിനോദ് പയ്യട ഈ ഗാന്ധി ഫെസ്റ്റിൻ്റെ മുഖ്യ സംഘാടകരിൽ ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തെ ഔപചാരികതയുടെ പേരിൽ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. കൃതജ്ഞത അർപ്പിച്ച് സംസാരിക്കുന്ന കെ കെ കൃഷ്ണൻ, ഒപ്പം ഈ സായാഹ്നത്തിൽ ഈ സെഷൻ കേൾക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഗാന്ധി സ്നേഹികളായ എല്ലാ സഹൃദയർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ചടങ്ങ് നിയന്ത്രിക്കാൻ വേണ്ടി വിനോദ് പയ്യട സാറിനെ ക്ഷണിക്കുന്നു. അവസാനത്തെ സെഷനായി നമ്മുടെ സെഷൻ 11 ഈ സംവാദത്തിൽ ബോബി തോമസ്, വർഗീസ് ജോർജ് എന്നിവർ മാറ്റുരയ്ക്കുമ്പോൾ ഇവിടെ മോഡറേറ്ററായി എത്തിയിരിക്കുന്നത് ഈ ഒരു ആശയത്തിൻ്റെ തുടക്കക്കാരൻ, നമ്മുടെ ഗാന്ധി ഫെസ്റ്റിൻ്റെ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് വിനോദ് പയ്യടയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. തുടങ്ങാം. ഗാന്ധി അംബേദ്കർ ലോഹ്യ സംവാദം. ഈ വിഷയം തിരഞ്ഞെടുക്കുവാനുള്ള കാരണം ഒരുപക്ഷെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നലെ രാമചന്ദ്ര ഗുഹ
വളരെ ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങൾ വയ്ക്കുകയുണ്ടായി. ഗാന്ധിയും അംബേദ്കറും ഒരു ഗുസ്തി മത്സരത്തിലെ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന രണ്ട് പോരാളികളായിട്ടാണോ ഇവർ രണ്ടുപേരെയും അവതരിപ്പിക്കേണ്ടത് എന്നുള്ള ചില ചോദ്യം ഇന്നലത്തെ ചർച്ചയിൽ ഗുഹ ഉന്നയിക്കുന്നുണ്ട്. ഇത് കേരളത്തിലെ നവ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടെ ഉയർന്നു വരുന്ന ഒരു വിഷയമാണ്. അത് ഇന്ത്യയിൽ ആകെ തന്നെയും ഈ വിഷയം വളരെ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട്. പൂന കരാറിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ അംബേദ്കറും ഗാന്ധിയും ജാതി, ചാതുർവർണ്ണ്യം തുടങ്ങിയ വിഷയങ്ങളിൽ വിരുദ്ധ ചേരികളിൽ നിൽക്കുന്ന ആ ഗോതയിൽ നിൽക്കുന്ന രണ്ട് ഗുസ്തിക്കാരാണ് എന്ന് രീതിയിൽ ഉള്ള കൊണോട്ടേഷൻസ് എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ പൂന കരാർ സമയത്തെ സംഭവ വികാസങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം ആധുനിക സമൂഹം, അതിൽ നിന്നും ഏറെക്കുറെ സഞ്ചരിച്ച് എത്തിയിട്ടുള്ള ഒരു സമൂഹം എങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഗാന്ധിയും അംബേദ്കറും പരസ്പരം റദ്ദ് ചെയ്യുന്ന രണ്ട് ഇതിഹാസ പുരുഷന്മാരാണോ? അല്ല, ഇവർ രണ്ടുപേർക്കുമിടയിൽ സംവാദാത്മകതയുടെ എന്തെങ്കിലും തലങ്ങൾ അവശേഷിക്കുന്നുണ്ടോ? ഇനി സംവാദാത്മകതയുടെ തലങ്ങൾ ഇല്ല എന്നാണ് നിഗമനമെങ്കിൽ ഇത്തരത്തിലൊരു സംവാദാത്മകത ആധുനിക ഇന്ത്യയിൽ ആവശ്യമല്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഗാന്ധിയെയും അംബേദ്കറെയും സമീപിക്കേണ്ടത് എന്നുള്ളതാണ് ആമുഖമായിട്ട് വിഷയം അവതരിപ്പിക്കുന്നവർക്ക് മുന്നിലും സദസ്സിന് മുന്നിലും വെക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ആദ്യം നമുക്ക് വർഗീസ് ജോർജ് സാറിലേക്ക് പോകാം. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സോഷ്യലിസ്റ്റ് ധാരയിൽ നിന്നുള്ള പ്രമുഖനായിട്ടുള്ള നേതാവാണ്. അതിനുശേഷം ബോബി തോമസ് ഉണ്ട്. അദ്ദേഹം ഗാന്ധി അംബേദ്കർ സംവാദത്തെക്കുറിച്ച്, കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പഠിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഗാന്ധിജിയും വൈക്കം സത്യാഗ്രഹം ഇപ്പോൾ രാജേന്ദ്രൻ എടത്തുങ്കര കൈകാര്യം ചെയ്ത വിഷയത്തിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടുപേരും പ്രഗത്ഭരാണ്. നിർഭാഗ്യവശാൽ സണ്ണിയം കപ്പിക്കാടിന് ഇന്ന് വരാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ ഈ സംവാദത്തെ കുറേ കൂടി ചൂടുപിടിച്ച തലത്തിലേക്ക് എത്തിക്കാൻ പ്രാപ്തിയുള്ള ഒരാൾ സണ്ണിയായിരുന്നു. എൻ്റെ സുഹൃത്തു കൂടിയായിരുന്നു സണ്ണി. വരാമെന്നേറ്റതായിരുന്നു. പക്ഷേ ഇന്നലെ രാവിലെ അദ്ദേഹത്തിന് കലശലായിട്ടുള്ള ഷുഗർ താഴുന്ന ആവുന്ന ഒരു പ്രതിഭാസമുള്ളത് കൊണ്ട് ഡോക്ടർ ആരോഗ്യത്തിൻ്റെ അവസ്ഥ കണക്കിലെടുത്ത് യാത്ര ചെയ്യരുത് എന്ന് ഉപദേശിക്കുകയുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹത്തിന് വരാൻ പറ്റാതിരുന്നത്. എങ്കിലും സണ്ണിയുടെ അഭാവത്തിൽ പോലും ഈ സംവാദത്തെ ഏതെങ്കിലും തരത്തിൽ ഒരാളെ നിർത്തി മറ്റൊരാളെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അവരെ റദ്ദ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതിനപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആധുനിക സമൂഹത്തിൽ ഇന്നത്തെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് രാമചന്ദ്ര ഗുഹ ഇന്നലെ പറഞ്ഞു നിർത്തിയെടുത്ത് നവ ഹിന്ദുത്വ ഫാസിസത്തിൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മൾ ഈ രണ്ടുപേരെയും സ്വാംശീകരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ആലോചന വിഷയമാകേണ്ടത്. ആദ്യം വർഗീസ് ജോർജ് സാറിലേക്ക് പോവുകയാണ്. മോഡറേറ്റർ വിനോദ്, ബോബി, കുമാരേട്ടൻ, രമേശ്, പ്രജീഷ്, കൃഷ്ണേട്ടൻ, ഈ ഡിസ്കോഴ്സിൽ പങ്കെടുക്കുന്ന ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാർ, ഒരു പ്രസൻറ്റേഷൻ ബോബിയുടേതാണ്. ഞാൻ കോളേജിൽ ബോബിയെ പഠിപ്പിച്ചതാണ്. അപ്പോൾ അധ്യാപകരുടെ ഏറ്റവും വലിയ സാഫല്യം എന്ന് പറയുന്നത് താൻ പഠിപ്പിച്ച വിദ്യാർത്ഥി തന്നേക്കാൾ വലിയ ആളാവുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഡിസ്കോഴ്സ് ബോബിയോട് ഒരുമിച്ച് നടത്താൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിച്ചുകൊള്ളു. ബോബി
അടുത്ത കാലത്ത് എഴുതിയ ഒരു പുസ്തകമാണ് വൈക്കത്തെ ഗാന്ധിയും അംബേദ്കറും. വളരെ പഠനാർഹമായ ഒരു പുസ്തകമാണത്. അതുകൊണ്ട് ബോബിയുടെ പ്രസൻറ്റേഷനിൽ ഒരുപക്ഷെ ഗാന്ധി അംബേദ്കർ ഡയലോഗും സംവാദവും കൂടുതൽ വന്നേക്കാം. ഞാൻ പ്രധാനമായും ലോഹ്യ അംബേദ്കർ കാഴ്ചപ്പാട് ആദ്യം ഹ്രസ്വമായിട്ടൊന്ന് പറഞ്ഞിട്ട് പിന്നീട് ബോബി പറയും. പിന്നെ അടുത്ത റൗണ്ട് വരുമ്പോൾ ആധുനിക നാഗരികതയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായത്തിൽ കൂടി ഈ ചർച്ച സമാഹരിക്കാം എന്ന് കരുതും. കാസ്റ്റിനെ സംബന്ധിച്ച്, ജാതിയെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തെ ഡിസ്കോഴ്സിൽ ഒരു ടേണിംഗ് പോയിൻ്റ് വരുത്തിയിട്ടുള്ള രണ്ടുപേരാണ് ഡോക്ടർ ലോഹ്യയും അതുപോലെ ഡോക്ടർ അംബേദ്കർ. ഇവർ രണ്ട് കാലഘട്ടങ്ങളെ പ്രതികരിച്ചാണ് 1930കളിലാണ് അംബേദ്കർ തൻ്റെ ശക്തമായിട്ടുള്ള ജാതിയെ സംബന്ധിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തുന്നത്. ലോഹ്യ കുറേ കൂടെ ഇളയ ആളാണ്. 1950കളായപ്പോഴേക്കാണ് ലോഹ്യയുടെ തിയററ്റിക്കലായിട്ടുള്ള ട്രീറ്റീസ് എല്ലാം ശക്തമായിട്ട് പുറത്തു വരും. രണ്ടുപേരും ജാതിയെക്കുറിച്ച് വളരെ ഇന്ത്യയിലൊരു നീതി സമൂഹം കരുപ്പിടിപ്പിക്കണമെങ്കിൽ ജാതി ഇല്ലാതാവണം എന്നുള്ള നിലപാടിൽ ആയിരുന്നു ഡോക്ടർ ലോഹ്യയും ഡോക്ടർ അംബേദ്കറും ഉണ്ടായത്. എന്നാൽ ജാതിയെ സംബന്ധിച്ച് ഇരുവർക്കും സമാനമായ ചില അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു. ഈ ജാതി ഉന്മൂലനം എങ്ങനെ വേണം എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ ചിന്തകളുണ്ടായിരുന്നു. ഇന്ത്യൻ സമൂഹത്തിലെ ഒരു റിയാലിറ്റിയാണ് ജാതി എന്നുള്ള കാര്യത്തിൽ രണ്ടുപേർക്കും ഏക അഭിപ്രായമായിരുന്നു. ഡോക്ടർ ലോഹ്യ എഴുതിയിട്ടുണ്ട്, ഇന്ത്യയിലെ ഒരാൾ ജനിക്കുന്നതും വളരുന്നതും വിവാഹം കഴിക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം ജാതിയുടെ ചട്ടക്കൂടിലാണ്. നമ്മുടെ ഇൻ്റലക്ച്വൽസ് പറയും ജാതി ഇല്ലെന്ന്, ലോഹ്യ പറയുന്നു. പക്ഷേ ജാതി ഒരു യാഥാർത്ഥ്യമാണ്. ഡോക്ടർ ലോഹ്യ പറയുന്നു, ഇന്ത്യയിൽ ആരാണ് ഭൂവുടമകൾ? ഉയർന്ന ജാതിക്കാർ. ആരാണ് പൗരഹിതർ? താണ ജാതിക്കാർ. ആരാണ് ഏറ്റവും നല്ല ജോലി ചെയ്യുന്നത്? ഉയർന്ന ജാതിക്കാർ. ആരാണ് ഏറ്റവും താഴ്ന്ന ജോലി തോട്ടിപ്പണി ചെയ്യുന്നത്? ഹീനജാതിക്കാർ. അപ്പോൾ ഇന്ത്യയിലെ ക്ലാസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ കാസ്റ്റാണ്. ക്ലാസ് ഇസ് കാസ്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ വർഗം എന്ന് പറയുന്നത് ഇവിടുത്തെ ജാതിയാണ്. അതുകൊണ്ട് ഉള്ളവർക്കെതിരെ ഇല്ലാത്തവർ വർഗസമരം നടത്തുന്ന പോലെ തന്നെ ഒരു വർണ്ണസമരവും ഇവിടെ ആവശ്യമാണ്. We have to have a cultural struggle preceding the economic revolution. സാമ്പത്തികമായിട്ടുള്ള വിപ്ലവത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് മുമ്പ് വർണ്ണത്തിനെതിരായിട്ടുള്ള പോരാട്ടം വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഡോക്ടർ ലോഹ്യയുടെ ശിഷ്യന്മാർ കർണാടകത്തിൽ ഭാരതീപുരം എന്ന് പറയുന്ന അനന്തമൂർത്തിയുടെ നോവലുണ്ട്. ആ നോവലിൽ സോഷ്യലിസ്റ്റുകൾ അവിടെ ഗോപാലഗൗഡയോട് ചെന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ ഏറ്റവും താണ ജാതിയിൽപ്പെട്ട ആളുകളെ ചെന്ന് ഞങ്ങൾ ആശ്ലേഷിച്ച് കെട്ടിപ്പിടിച്ചു കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോപാലഗൗഡ, ശാന്തവേരി ഗോപാലഗൗഡ പറയുന്നുണ്ട്, അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. അവർ നിങ്ങളെ കെട്ടിപ്പിടിച്ചോ? അതിനുള്ള ആത്മബലം നിങ്ങൾ അവർക്ക് കൊടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള സമരങ്ങൾക്ക് മുന്നേ ഇന്ത്യയിൽ നമ്മുടെ ഈ അസമത്വനിഷ്ഠമായ സമൂഹത്തെ നിലനിർത്തിയിരിക്കുന്ന ഇവിടുത്തെ ജാതിയാണ്. ആ ജാതിക്കെതിരായ പോരാട്ടമാണ് വേണ്ടത് എന്നുള്ളത് ലോഹ്യയുടെ വലിയ നിർബന്ധമായി. സാമ്പത്തിക സമരവും അത്യാവശ്യമാണ്. ബോംബെയിലെ ടെക്സ്റ്റൈൽ മില്ലിലെ 30,000 തൊഴിലാളികൾ പണിമുടക്കിയപ്പോൾ ലോകത്തെല്ലായിടത്തുമുള്ള തൊഴിലാളി സമൂഹങ്ങളുടെ സോളിഡാരിറ്റി ഉണ്ടാവണമെന്നും ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിൻ്റെ ഐക്യം ഉണ്ടാവണമെന്നും മൂലധന ശക്തികൾക്കെതിരെ
തൊഴിലാളികളുടെ ഈ സമരം വേണമെന്നും ലോഹി പറയുകയുണ്ട്. ഒരു വശത്ത് കാസ്റ്റിനെതിരായിട്ടുള്ള സ്ട്രൈക്ക്, അതേസമയം തന്നെ സാമ്പത്തികമായിട്ടുള്ള സ്ട്രൈക്ക്. എന്നാൽ അംബേദ്കറുടെ ഒരു നിലപാടിൽ ജാതി ഒരു യാഥാർത്ഥ്യമാണ്, ജാതിയെ ഉന്മൂലനം ചെയ്യുക തന്നെ വേണം. പക്ഷെ എങ്ങനെയാണ് അതിനുള്ള മാർഗം? അംബേദ്കറെ സംബന്ധിച്ചിടത്തോളം കൊളോണിയലിസത്തിനെതിരെ നാഷണലിസത്തിന് വേണ്ടി ഉള്ള ആ ബ്രോഡായിട്ടുള്ള സമരങ്ങളിൽ നിൽക്കവേ തന്നെ അംബേദ്കർ വിശ്വസിച്ചിരുന്നത് യഥാർത്ഥ കൊളോണിയലിസത്തിനും എതിരായിട്ടുള്ള സമരം, ദേശീയതയ്ക്ക് വേണ്ടിയുള്ള സമരം എന്ന് പറയുന്നത് ഇവിടുത്തെ സോഷ്യൽ ഇമാൻസിപ്പേഷനാണ്. ഇവിടുത്തെ അടിച്ചമർത്തപ്പെട്ട കറുത്ത നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ അടിച്ചമർത്തപ്പെട്ട ജനതയുടെ സോഷ്യൽ ഇമാൻസിപ്പേഷനാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രധാനമായിട്ടുള്ളത്. സോഷ്യലിസ്റ്റുകളാവട്ടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പങ്കെടുത്തതേയില്ല. ഇന്ത്യയും പാകിസ്ഥാനുമായി വെട്ടിമുറിച്ചതിൽ പ്രതിഷേധിച്ച് ഈ സോഷ്യലിസ്റ്റുകൾ ആരും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പങ്കെടുത്തില്ല. അംബേദ്കർ ആവട്ടെ ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ ലീഡ് ചെയ്തു. അംബേദ്കറെ സംബന്ധിച്ചിടത്തോളം ഏത് ഘട്ടത്തിലാണെങ്കിലും, നേഷൻ സ്റ്റേറ്റിൻ്റെ ഫോർമേഷനിലാണെങ്കിലും അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ സാമൂഹികമായ വിമോചനത്തിന് വേണ്ടി ഞാൻ ആരുമായിട്ടും എൻ്റെ നിലപാടുകൾ വ്യക്തമാക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് അംബേദ്കറുടെ തീരുമാനം ഈ രാജ്യത്ത് 10,000 വർഷങ്ങളായി അടിച്ചമർത്തപ്പെട്ട ജനത, ദളിത് ജനത, അവർ ഒരുമിച്ച് നിൽക്കണം. അവർ ഒരുമിച്ച് നിന്ന് ഇവിടുത്തെ പൊളിറ്റിക്കൽ പ്രോസസ്സിൽ പങ്കെടുക്കണം. അവരുടെ പ്രത്യേകമായ പൊളിറ്റിക്കൽ ഫോർമേഷൻ ഉണ്ടാവണം. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ അദ്ദേഹം രൂപീകരിച്ചു. പിന്നീട് പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിച്ചു. ഈ അടിച്ചമർത്തപ്പെട്ട ജനതയുടെ വലിയ ഇറപ്ഷൻ ഓഫ് ദ പൂവർ, ജാതീയമായി അടിച്ചമർത്തപ്പെട്ടവരുടെ പൊട്ടിപ്പുറപ്പെടൽ ഇവിടെ ഉണ്ടാകണം. അങ്ങനെ നീതി സമൂഹം ഉണ്ടാകണം. എന്നാൽ ലോഹിക്ക് ഇക്കാര്യത്തിൽ വ്യത്യാസമായിരുന്നു. ഈ അടിച്ചമർത്തപ്പെട്ടവർ ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിലായിരുന്നു അംബേദ്കർ ലോഹിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം. ദളിത് ജനവിഭാഗങ്ങൾ മാത്രമല്ല, ഡോക്ടർ ലോഹി പറഞ്ഞു, ഇവിടുത്തെ സ്ത്രീകളെ ദേവതകളായിട്ടാണ് ആരാധിക്കുന്നത്. പക്ഷേ ഇതുപോലെ സ്ത്രീകളെ വിവേചനപരമായിട്ട് സ്വീകരിക്കുന്ന ഒരു രാജ്യം ലോകത്തെ എല്ലായിടത്തും, ലോകത്തുള്ളിടത്തും കാണുക. ഇവിടുത്തെ ആദിവാസി സമൂഹങ്ങൾ, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, ഇവിടുത്തെ പിന്നോക്ക സമുദായങ്ങൾ, ബാക്ക്വേർഡ് ക്ലാസസ്, ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരു ഐക്യം ഉണ്ടാകും. അതുകൊണ്ട് ഡോക്ടർ ലോഹി പറഞ്ഞ നമ്മുടെ നിയോജകമണ്ഡലം എന്ന് പറയുന്നത് ദളിതുകൾ, പിന്നോക്കക്കാർ, ന്യൂനപക്ഷങ്ങൾ, ആദിവാസികൾ, സ്ത്രീകൾ, ഇതാണ് നമ്മുടെ നിയോജകമണ്ഡലം. ആ നിയോജകമണ്ഡലത്തിൽ ഉള്ള എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു നീതി സമൂഹത്തിന് വേണ്ടി പോരാടണം. ഇതായിരുന്നു ലോഹി അംബേദ്കറും തമ്മിൽ ജാതിയെ എങ്ങനെ അഭിസംബോധന ചെയ്യണം എന്നുള്ള കാര്യത്തിലുള്ള വ്യത്യാസം. ഈ ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് ഈശ്വർ സാറ് മോഡറേറ്റർ, ഇന്ന് ഗാന്ധി ഘാതകർ അവരുടെ ആശയങ്ങൾ രാജ്യാധികാരം തന്നെ നേടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഗാന്ധിയുടെ രാഷ്ട്ര മനുഷ്യസങ്കല്പങ്ങളെല്ലാം തന്നെ വലിയ വെല്ലുവിളികൾ നേടുന്നൊരു പശ്ചാത്തലത്തിൽ ഗാന്ധിയുടെ ആദർശങ്ങളെയും ചിന്തകളെയും തിരിച്ചുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടത്തിൻ്റെ ഭാഗമായി ഇവിടെ നടക്കുന്ന ഈ ഗാന്ധി ഫെസ്റ്റിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. രാഷ്ട്രത്തെ സംബന്ധിച്ച്, മനുഷ്യനെ സംബന്ധിച്ച്, സമൂഹത്തെ സംബന്ധിച്ചൊക്കെയുള്ള ഗാന്ധിയുടെ സങ്കല്പങ്ങൾ ഇന്ന് വളർന്നു വരുന്ന സമഗ്രാധിപത്യപരമായ ഒരു രാഷ്ട്രീയ അവസ്ഥയ്ക്കെതിരായിട്ടുള്ള നമ്മുടെ ഏറ്റവും വലിയ പ്രതിരോധവും പരിചയവും അതുതന്നെയായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ
എന്തുകൊണ്ട് ഗാന്ധിജി എന്നുള്ള ഒരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല തലങ്ങളിൽ അത് എനിക്ക് തോന്നുന്നത് പെട്ടെന്നൊന്നും വായിച്ചു തീർക്കാൻ പറ്റാത്ത വിശാലവും വളരെ വിപുലവുമായ ഒരു പാഠപുസ്തകമായിട്ടാണ് ഗാന്ധിയെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പല തലങ്ങളിൽ ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾ വീണ്ടും വീണ്ടും പല രീതിയിൽ വായിക്കാനും വ്യാഖ്യാനിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവും ഗാന്ധി എന്നുള്ള സംവാദത്തെപ്പറ്റി കുറച്ചു മുമ്പ് കേട്ടു. 75 വർഷത്തിന് ശേഷവും അതിൻ്റെ പല വ്യാഖ്യാനങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരുന്നത് ഗാന്ധി എന്ന മഹാപാഠപുസ്തകത്തിൻ്റെ ഒരു വിപുലമായ സാധ്യതകളാണ്. ഗാന്ധിജിയും അംബേദ്കറും തമ്മിലുള്ള സംവാദം ഇന്നും പല തലങ്ങളിൽ സമൂഹത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗാന്ധിജിയെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ തന്നെ ഗാന്ധിജിക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ പല രീതിയിൽ പല കോണുകളിൽ ഇന്ന് രൂപം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് പ്രധാനമായിട്ടും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് അത് സ്വാഭാവികമാണ്. ഒരു ഹിന്ദുത്വ ദേശീയതയുടെ രൂപീകരണത്തിന് അതിൻ്റെ ഒരു സാക്ഷാത്കാരത്തിന് എതിരായിട്ട് നിന്ന അതിനെ തകർത്ത ഒരു ഒറ്റയാൾ പട്ടാളം എന്ന നിലയിൽ ഗാന്ധിജിക്കെതിരായിട്ടുള്ള അവരുടെ രോഷം വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പിന്നീട് മറ്റൊരു ഘട്ടത്തിൽ ജാതിയുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിക്കെതിരായിട്ടുള്ള വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സ്വഭാവത്തെ എങ്ങനെയാണ് ഗാന്ധി മാറ്റിമറിച്ചതെന്ന് നമുക്കറിയാം. അതുവരെ സാമൂഹ്യ പരിഷ്കരണവുമായി രാഷ്ട്രീയത്തെ ബന്ധപ്പെടുത്താൻ പാടില്ല എന്നുള്ള കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാടിനെ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാഴ്ചപ്പാടിനെ മാറ്റിമറിച്ചുകൊണ്ട്, ദേശീയ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ഐക്യത്തെ വലിയൊരു പ്രശ്നമാക്കി അവതരിപ്പിച്ചുകൊണ്ട് എത്രയോ വർഷങ്ങളായി നിലനിന്നിരുന്ന ജാതി വിവേചനത്തിൻ്റേതായിട്ടുള്ള ഘടനകളെ ഒരു ജാതി വിരുദ്ധ വിപ്ലവകാരിയുടെ പരിവേഷമില്ലാതെ തന്നെ അതിനുള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അതിനെ നിർവീര്യമാക്കിയ, അതൊരു കളങ്കമാണെന്ന് ഒരു മഹാജനതയെ ബോധ്യപ്പെടുത്തിയ, അതിനെ തകർക്കാനുള്ള ഏറ്റവും വലിയ ശ്രമങ്ങൾ നടത്തിയ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞാൽ അത് ഗാന്ധിയാണ്. അതേസമയം തന്നെ അംബേദ്കർ ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകളെ അല്ലെങ്കിൽ സമീപനത്തെ വിമർശിച്ചുകൊണ്ട് നടത്തിയ സംവാദങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. നിശ്ചയമായിട്ടും ഒരു കീഴാള ജനതയിൽ നിന്ന് വന്ന ഒരു നേതാവ്, ഒരു സാമൂഹ്യമായ അടിച്ചമർത്തൽ നേരിട്ടുകൊണ്ടിരുന്ന ഒരാൾ ഈ ജാതി വ്യവസ്ഥയെപ്പറ്റി പറയുന്നതും അതിന് പുറത്തു നിന്നുള്ള ഒരാൾ സംസാരിക്കുന്നതും തമ്മിൽ നിശ്ചയമായിട്ട് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നമുക്ക് മാറ്റിവെക്കേണ്ട കാര്യമില്ല. അതേസമയം തന്നെ ഈ ഒരു പൊതുസമൂഹത്തിൻ്റെ സൃഷ്ടിയുമായി ബന്ധപ്പെടുത്തിയാണ് ഗാന്ധിജി ഈ തൻ്റെ ജാതിവിരുദ്ധമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയുണ്ടായത്. ഇപ്പോൾ പ്രധാനമായിട്ട് നമുക്കറിയാം ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നത് ഹിന്ദുമതവുമായി ബന്ധപ്പെട്ടാണ്. ഹിന്ദുമതമാണ് ജാതി വ്യവസ്ഥയുടെ വേരുകളെന്നും ആ മതത്തിനുള്ളിൽ ഒരു പരിഷ്കരണത്തിനുള്ള സാധ്യതയില്ല എന്നും അതിനെ തിരസ്കരിക്കുക എന്നുള്ളതാണ് ഒരു പരിഹാരം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അംബേദ്കർ മുമ്പോട്ട് വെച്ചത്. അതേസമയം തന്നെ നിരന്തരമായി ഒരു സനാതനിയെ പോലെ കഴിഞ്ഞ് നിരന്തരമായി അതിനുള്ളിലെ കട്ടപിടിച്ച് കിടക്കുന്ന ആ ഒരു യാഥാസ്ഥിത്വത്തെ ഓരോ നിമിഷവും തകർത്തുകൊണ്ടാണ് ഗാന്ധിജി ഇപ്പോൾ വൈക്കം സത്യാഗ്രഹത്തെ പറ്റിയുള്ള നമ്മൾ കുറച്ചു മുമ്പ് കേട്ടു ഈ ഓരോ സന്ദർഭങ്ങളിലും ഇടപെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഹിന്ദുമതത്തിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് ഒരു ബുദ്ധമതത്തിലേക്ക് എത്തുക എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്കാണ് അംബേദ്കർ എത്തിയത്. പക്ഷേ എന്നാൽ അംബേദ്കർ എത്തിയ ബുദ്ധമതം ഏതെങ്കിലും രീതിയിൽ ഒരു വിമോചനാത്മകമായ ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അന്നത്തെ വ്യത്യസ്തമായൊരു നവയാനം എന്ന് പറഞ്ഞൊരു ബുദ്ധമതം ഉണ്ടായെങ്കിലും ആ ബുദ്ധമതവും ഇന്നും ഏതാണ്ട് ഏതെങ്കിലും രീതിയിലുള്ളൊരു ജാതി വിരുദ്ധമായ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു ഇതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിശ്ചയമായിട്ടും അത് ഇന്നത്തെ ബ്രാഹ്മണികമായ രാഷ്ട്രീയ അധികാരവുമായി ചേർന്ന് പോകുന്ന ഒരു സമൂഹമായിട്ടാണ് ആ ബുദ്ധമതം, നവയാന ബുദ്ധമതം ഇന്ന് നിലനിൽക്കുന്നത്. അതിനെ ജാതി സ്വത്വത്തിൽ നിന്ന് മാറി ഒരു അവസ്ഥയിലേക്കല്ല, മറിച്ച് ജാതിയുടേതായിട്ടുള്ള ചിഹ്നങ്ങളിലൂടെയും അതിൻ്റെ കാഴ്ചപ്പാടിലൂടെയുമാണ് ആ സമൂഹത്തെ ഇപ്പോഴും നമ്മൾ വിലയിരുത്തുന്നത്. അപ്പോൾ ഹിന്ദുമതം എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിലുള്ള സാമൂഹ്യ പരിഷ്കരണത്തിന്
സന്നദ്ധമാകാത്ത സാധ്യത ഇല്ല അടഞ്ഞ ഒരു സമൂഹമായി കാണുന്ന അംബേദ്കറുടെ കാഴ്ചപ്പാട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അത് പൂർണ്ണമായി ഒരു തെറ്റായ കാഴ്ചപ്പാടാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരുന്നതെന്ന് ഞാൻ കരുതുന്നു. മറിച്ച് മതത്തിൻ്റെ നവീകരണം തന്നെയാണ് പ്രധാന പ്രശ്നം. മതത്തെ നവീകരിക്കുകയും നിരന്തരം നവീകരിക്കുകയും അതിനെ ഒരു പുതിയ ആധുനികമായ ഉള്ളടക്കത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഗാന്ധിയുടെ ഇടപെടലുകൾ ജാതി വ്യവസ്ഥയെ തകർക്കുന്നതിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ ഒക്കെ തന്നെ കാണണം എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ബോബി കൺവേർഷനെ കുറിച്ച് പറയുകയുണ്ടായി. ലോഹിയും അംബേദ്കറും തമ്മിലുണ്ടായ ജാതിയെ നേരിടുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു അഭിപ്രായ വ്യത്യാസം. അംബേദ്കർ ജാതിയെ നേരിടുന്നതിന് കൺവേർഷൻ, മതപരിവർത്തനം വേണമെന്ന് ആഗ്രഹിച്ച ആളാണ്. ജാതിക്കെട്ടും ജാതിക്കോട്ടയുമുള്ള ഹിന്ദു സമൂഹത്തിൽ നിന്ന് വിമോചനം നേടാനായിട്ട് ജാതി വിരുദ്ധമായ ആൻറ്റി കാസ്റ്റ്, ഈ ബുദ്ധമതം ആൻറ്റി കാസ്റ്റാണ്, ജാതി വിരുദ്ധമാണ്. അതിനകത്ത് ദൈവസങ്കല്പമില്ല. ഈ രണ്ട് മതങ്ങളിലും ദൈവസങ്കല്പമില്ല. ബുദ്ധമതത്തിലും ജൈനമതത്തിലും ദൈവസങ്കല്പമില്ല. അവനവനെ തന്നെ വിശുദ്ധീകരിച്ച് വിമലീകരിച്ച് പവിത്രീകരിക്കണം എന്നാണ് ഈ രണ്ട് മതങ്ങളും പറയുന്നത്. അതുകൊണ്ട് ഹിന്ദുമതത്തിൻ്റെ ജാതിക്കെട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ കൺവേർഷൻ അംബേദ്കർ ആലോചിച്ചു. അംബേദ്കർ പറഞ്ഞു, ഞാൻ ഹിന്ദുമതത്തിൽ ജനിച്ചെങ്കിലും ഹിന്ദുമതത്തിൽ മരിക്കയില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം. അങ്ങനെയാണ് 5 ലക്ഷം അനുയായികളുമായിട്ട് അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് മാറി. എന്നാൽ ലോഹിയെ സംബന്ധിച്ചിടത്തോളം ജാതിക്കെതിരായ പോരാട്ടം കൺവേർഷനിലൂടെ എന്നുള്ളതിനെ അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല. അതൊരു ഉപാധിയായി അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല. അതിനു പകരം അദ്ദേഹം വെച്ചത് ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റിസർവേഷൻ, പവർ സീസ് ചെയ്യണം, അധികാരം പിടിച്ചെടുക്കണം. അങ്ങനെയാണ് ലോഹിയുടെ ഒരു പുതിയ തിയറി വരുന്നത്, വിൽ ടു പവർ. ഈ സോഷ്യലിസ്റ്റുകൾക്കൊരു കാര്യമുണ്ട്, അവർ അധികാരത്തിൽ വരുന്നതിന് എപ്പോഴും വിമുഖരാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ തെറ്റ് ചെയ്യുമോ, ഞങ്ങൾ പക്ഷപാതം കാണിക്കുമോ, അഴിമതി കാണിക്കുമോ എന്ന് പറഞ്ഞ് ഈ സോഷ്യലിസ്റ്റുകൾ മാറി നിൽക്കും. അത് പാടില്ല. വിൽ ടു പവർ വേണം, അധികാരത്തിൽ വരാനുള്ള ഇച്ഛാശക്തി വേണം. എന്തിനു വേണ്ടിയാണ് അധികാരം? ഈ പാവപ്പെട്ടവർക്ക് നീതി നടത്തി കൊടുക്കാൻ. അവിടെ ഡോക്ടർ ലോഹി പറഞ്ഞു, സമൂഹത്തിലെ ഉദ്യോഗങ്ങൾ 60% ദളിതർ, പിന്നോക്കക്കാർ, ന്യൂനപക്ഷങ്ങൾ, ആദിവാസികൾ എന്നിവർക്ക് വേണ്ടി 100 ജോലി സമൂഹത്തിലുണ്ടെങ്കിൽ 60% മാറ്റിവെക്കണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പിൽക്കാലത്ത് പ്രമുഖ മാർക്സിസ്റ്റ് സൈദ്ധാന്തികനായ അജിത് റോയ് 1979 ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിയിൽ എഴുതിയ ഒരു ലേഖനത്തിൽ ചോദിക്കുകയുണ്ടായി, ഈ ലോഹിക്ക് ഭ്രാന്താണോ എന്ന് ചോദിക്കുകയുണ്ടായി. 60% സംവരണമോ? പക്ഷേ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് സംഭവിച്ചിട്ടുണ്ട്. രണ്ടാമത് പൊളിറ്റിക്കലായി പവർ സീസ് ചെയ്യണം. നിങ്ങൾ മുന്നോക്ക ജാതിക്കാരെ ഒന്ന് പുറകോട്ട് നിൽക്കണം അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും മുന്നോക്ക ജാതിക്കാർ പുറകോട്ട് നിന്നിട്ട് ദളിത് പിന്നോക്ക ജനങ്ങളെ മുന്നിൽ നിർത്തി അധികാരം പിടിച്ചെടുക്കണം. അപ്പോൾ അംബേദ്കറും ലോഹിയും തമ്മിൽ ജാതിയെ നേരിടുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കൺവേർഷനെ, മതപരിവർത്തനത്തെ ലോഹിയ താല്പര്യപ്പെട്ടിരുന്നില്ല എന്നുള്ളത്. ഇത് പറയുമ്പോൾ അംബേദ്കർ ആദ്യ കാലഘട്ടത്തിൽ ഹിന്ദുയിസത്തിന് ഉള്ളിലുള്ള ഒരു പരിഷ്കരണത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആദ്യകാല സത്യാഗ്രഹത്തിൽ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ മതപരിവർത്തനം എന്ന് പറയുന്നൊരു തലത്തിലേക്ക് അംബേദ്കർ എത്തുമ്പോൾ ഇപ്പോൾ ജാതിയെ യഥാർത്ഥത്തിൽ അംബേദ്കറും ഒരു മതബന്ധമായിട്ടുള്ള ഘടകമായിട്ടാണോ കാണുന്നതെന്നുള്ള സംശയം വരിക സ്വാഭാവികമാണ്. ഗാന്ധി ഹിന്ദുയിസത്തിൽ റിഫോർമേഷനെ കുറിച്ച് പറഞ്ഞു. അംബേദ്കർ ആദ്യകാലത്ത് അദ്ദേഹത്തിൻ്റെ ചില സത്യാഗ്രഹങ്ങളിൽ ഗാന്ധിയോട് തന്നെ ചിലപ്പോൾ പല സംവാദങ്ങളിലും അംബേദ്കർ ഹിന്ദുമതത്തിലെ ആളുകളെ സംബോധന ചെയ്യുമ്പോൾ പോലും അംബേദ്കർ ആദ്യ കാലഘട്ടത്തിൽ ഈ ജാതിയെ ഇല്ലാതാക്കിയാൽ മാത്രമേ നിങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ, ഹിന്ദുമതം രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള പ്രസ്താവനകൾ ആദ്യ കാലഘട്ടത്തിൽ നടത്തുന്നുണ്ട്.
പിന്നീടാണ് ഹിന്ദുമതം തന്നെയാണ് ജാതിയെ നിലനിർത്തുന്നതെന്നുള്ള ഒരു നിലപാടിലേക്ക് അംബേദ്കർ വരികയും, എന്നാൽ തുടർന്ന് ബുദ്ധമതത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ജാതി എപ്പോഴും ഒരു മതബന്ധമായിട്ടുള്ള, അതിൽ ഹിന്ദുമതത്തിൽ മാത്രം ഉള്ള ഒരു അവസ്ഥയാണ് ജാതി, ബുദ്ധമതം ജാതിരഹിതമായിട്ടുള്ള വ്യവസ്ഥയാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ അന്തർലീനമായിട്ടുള്ള ഒരു വാദം ജാതി ഒരു മതബന്ധമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് എന്ന് അംബേദ്കറും പറയുകയല്ലേ അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ഒരു വിഷയം വരുന്നുണ്ട്. ഇവിടെ ലോഹിയ അതിൽ വ്യത്യസ്തനാകുന്നത് ജാതിയെ മതബന്ധമല്ലാത്ത ഒരു വിശകലന തലത്തിലേക്ക് ജാതി വ്യവസ്ഥയെ കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു വിഷയം കിടക്കുമ്പോൾ അംബേദ്കർ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഗാന്ധി എങ്ങനെയാണ് ഈ മതത്തിനകത്തു നിന്ന് ജാതിയെ പുറത്ത് കടത്താൻ ശ്രമിച്ചിട്ടുള്ളത്? രണ്ടാമത് ഈ സാമൂഹ്യ, ഇപ്പം അതൊരു വിഷയം ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഇപ്പം അംബേദ്കർ മതത്തെ തന്നെ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ട് ജാതിയെ സാമൂഹ്യ പ്രാതിനിധ്യത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും ഒക്കെ വിഷയമാക്കിയിട്ട് പിന്നീട് ഉയർത്തുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഇതിൻ്റെ തുടരെയുള്ളൊരു ചോദ്യം വരാവുന്നത്, ഒരു ഉള്ളിലെ പരിഷ്കരണമാണോ അഭികാമ്യം, അതല്ല വിപുലമായിട്ടുള്ള ജനാധിപത്യവൽക്കരണത്തിനും പിന്നെ അധികാര പങ്കാളിത്തത്തിനും ഒക്കെയുള്ള സാമൂഹ്യ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണോ മതത്തിനുള്ളിലെ പരിഷ്കരണത്തെക്കാൾ മികച്ചു നിൽക്കുന്നത്, അല്ല അതാണോ മതത്തിനേക്കാൾ അനിവാര്യമായിട്ടുള്ളത് എന്നുള്ള സംശയം സ്വാഭാവികമാണ്. ബോബി തോമസിന് എന്താണ് പറയാനുള്ളത്? ഹലോ. ജാതിയെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഘടനയുടെ ഭാഗമായിട്ടാണ് നിശ്ചയമായിട്ടും അംബേദ്കർ കണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ വേരുകൾ ഹിന്ദുമതത്തിനുള്ളിലേക്ക്, ഹിന്ദുമതത്തിൻ്റെ ധർമ്മശാസ്ത്രങ്ങളിലാണ് വേരുകൾ അഴിഞ്ഞു നിൽക്കുന്നത് എന്നൊരു കാഴ്ചപ്പാട് ആണ് അംബേദ്കർ പുലർത്തിയിരുന്നത്. ഇപ്പോൾ ഹിന്ദുമതത്തെ സംബന്ധിച്ചുള്ള അംബേദ്കറുടെ കാഴ്ചപ്പാടുകളൊക്കെ രൂപം കൊള്ളുന്നത് നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെയാണ്. ഇപ്പോൾ തുടക്കകാലത്തൊക്കെ അദ്ദേഹം ക്ഷേത്രപ്രവേശന പ്രക്ഷോഭങ്ങളിൽ പങ്കാളികളാകുകയും പല രീതിയിലുള്ള ഈ ഹിന്ദുമതത്തിനുള്ളിലെ ജാതി വിവേചനത്തിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങളിലൊക്കെ പങ്കാളികളാകുകയും ചെയ്യുമെങ്കിലും അതിനുള്ള പ്രതികരണങ്ങൾ ആണ് അദ്ദേഹത്തെ ഇതിനുള്ളിൽ ഒരു പരിഹാരമില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് എത്തുന്നത്. ഏതാണ്ട് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ കാലമൊക്കെ എത്തുമ്പോഴത്തേക്ക് അംബേദ്കർ കൃത്യമായിട്ട് തന്നെ അത് സവർണരുടെ ഒരു കാര്യം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആളുകളെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുക, അത് ഞങ്ങളെ ബന്ധപ്പെടുത്തുന്ന ഒരു കാര്യമല്ല എന്നൊരു കാഴ്ചപ്പാടിലേക്ക് ക്രമേണയാണ് അംബേദ്കർ എത്തുന്നത്. അപ്പോൾ അംബേദ്കറുടെ മതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് നമുക്കറിയാം, ഗാന്ധിജിയുടെ മതത്തെ പറ്റിയുള്ളൊരു കാഴ്ചപ്പാട് നമുക്കറിയാം. പക്ഷേ അംബേദ്കറുടെ മതത്തെ പറ്റിയുള്ളൊരു കാഴ്ചപ്പാട് അംബേദ്കർ പറയുന്നത്, മിസ്റ്റർ ഗാന്ധിയോട് എനിക്ക് യോജിപ്പുള്ള ഒരു കാര്യം, മനുഷ്യന് മതം ആവശ്യമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അത് ഗാന്ധി എനിക്കൊന്ന് അംബേദ്കറുടെ ബാല്യകാലം മുതൽ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു മതപരിശീലനത്തിൻ്റെയും ഒക്കെ ഒരു ഭാഗമായിട്ടായിരിക്കാം. എന്തായാലും മതത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നതിലൂടെയാണ് ഒരു ജനതയുടെ രാഷ്ട്രീയമായ വിമോചനത്തിൻ്റേതായ ഒരു പ്രതീകങ്ങളെ കണ്ടെത്തേണ്ടതെന്നുള്ളൊരു ഗാന്ധിയുടെ ആശയങ്ങളിലേക്കാണ് ക്രമേണ അംബേദ്കർ എത്തുന്നത്. ഇപ്പോൾ ബുദ്ധമതത്തിലേക്കൊക്കെ എത്തി, ബുദ്ധമതത്തിൻ്റെ അന്ന് നിലനിന്ന വളരെ ജീർണമായ ബുദ്ധമതത്തിൻ്റെ പല ധാരകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പം ബുദ്ധമതം തന്നെ എങ്ങനെയാണ് ചരിത്രത്തിൽ ജീർണിച്ച ഒരു അവസ്ഥയിലേക്ക് പോയതെന്ന് നമുക്കറിയാം. ഇപ്പം മദ്യം മൈഥുനം തുടങ്ങിയ പഞ്ചമകാരങ്ങളൊക്കെ ഉൾപ്പെടുന്ന താന്ത്രിക ബുദ്ധമതം മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും അതിൻ്റെ ഒരു ജീർണതയിലേക്ക് ബുദ്ധമതം മാറുകയും ഓരോ സാമൂഹ്യ വ്യവസ്ഥയിലും അതിൻ്റെ ഏറ്റവും യാഥാസ്ഥിതികമായ വ്യവസ്ഥയുടെ ഭാഗമായി മാറി നിന്നുകൊണ്ട് ബുദ്ധമതം സ്വയം ജീർണിക്കുകയും ചെയ്ത ഒരു സാമൂഹ്യ ഒരു പ്രക്രിയയുണ്ട്. ഇന്ത്യയിലൊക്കെ തന്നെ ബുദ്ധമതം തകർന്നതിൻ്റെ ഒരു പ്രധാന കാരണവും
പുറമേയുള്ള ആക്രമണത്തോടൊപ്പം തന്നെ ആന്തരികമായ ജീർണതയായിരുന്നു. പക്ഷേ അംബേദ്കർ ആണെങ്കിൽ തൻ്റേതായ ഒരു ബുദ്ധനെ കണ്ടെത്തിക്കൊണ്ട് തൻ്റേതായ ഒരു ബുദ്ധ ദർശനം അവതരിപ്പിക്കുകയാണ്. അങ്ങനെയാണ് നവയാന ബുദ്ധമതം എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് എത്തുന്നത്. അദ്ദേഹം അവസാനമാകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ വായിച്ചാൽ നമുക്കറിയാം, ബുദ്ധൻ്റെ കാഴ്ചപ്പാടിലൂടെ ഒരു ബൗദ്ധ കാരുണ്യത്തിൻ്റേതായിട്ടുള്ള സങ്കല്പങ്ങൾ, മൈത്രി എന്നുള്ള ആശയം വളരെ ശക്തമായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഏതാണ്ട് ഗാന്ധിയുടെ അതേ ഭാഷയിൽ അംബേദ്കർ സംസാരിക്കുന്ന അവസാന കാലത്തെ അംബേദ്കറെ നമുക്കറിയാം. ഇപ്പോൾ ഈ ഓരോ ആളുകളെയും നമ്മൾ വളരെ ചരിത്രത്തിൽ എവിടെയോ സ്റ്റക്കായി പോയ ആളുകളെന്നുള്ള രീതിയിൽ വിഗ്രഹവൽക്കരിക്കുന്ന അവരെ ഒരു ഐഡിയോളജിക്കലായിട്ടൊരു പ്രതിഷ്ഠിക്കുന്നൊരവസ്ഥയാണ് നമുക്കിന്നുള്ളത്. ഇപ്പോൾ ഗാന്ധിക്കും അംബേദ്കർക്കും എല്ലാം സംഭവിച്ചിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം അതാണ്. ഇപ്പോൾ ഗാന്ധിസം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഗാന്ധിയെ ഒരു പ്രത്യയശാസ്ത്ര വിഗ്രഹമാക്കി മാറ്റുമ്പോൾ യഥാർത്ഥത്തിൽ ഗാന്ധി കഴിഞ്ഞകാല ശരികളെയൊക്കെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ ശരികളിലേക്ക് ഓരോ ദിവസവും യാത്ര ചെയ്തിരുന്ന, ഓരോ പ്രഭാതത്തെയും പുതിയ രീതിയിൽ കണ്ടിരുന്ന ഗാന്ധിജി, അങ്ങനെ ഒരു ഗാന്ധിജിയെ ആണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അംബേദ്കർ പറഞ്ഞത് അഭിപ്രായ സ്ഥിരത എന്ന് പറയുന്നത് ഒരു ഭ്രാന്തിൻ്റെ ലക്ഷ്യമാണ്. അങ്ങനെ ഒരു ഭ്രാന്തനാകാൻ ഞാനില്ല എന്നാണ് അംബേദ്കർ പറഞ്ഞത്. അംബേദ്കറും ചരിത്രത്തിൽ പല ഘട്ടങ്ങളിൽ ഇപ്പോൾ സവർണരുമായി ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതേസമയം തന്നെ സവർണരുമായി സഹകരിക്കാൻ പറ്റുന്ന എല്ലാ സന്ദർഭങ്ങളിലും, ഇപ്പം പൂന കരാറിൻ്റെ സമയം നമുക്കറിയാം, പൂന കരാറിൽ സവർണരുമായിട്ട് നടത്തിയ കൂടിയാലോചനകൾ, അതിനു മുമ്പ് പല സന്ദർഭങ്ങളിൽ ഇപ്പം ആദ്യമായിട്ടും പിന്നെ ഹിന്ദുമതം ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഈ മൂഞ്ചയുമായിട്ടുള്ള ഹിന്ദുമഹാസഭയുടെ നേതാവുമായിട്ടുണ്ടാകുന്ന പിന്നെ ചില ചർച്ചകൾ, മൂഞ്ച അംബേദ്കർ പാക്ട് എന്ന് പറഞ്ഞൊരു കരാർ തന്നെ ഉണ്ടായെന്നാണ് പിന്നെ അംബേദ്കറുടെ പുതിയ ജീവിതചരിത്രകാരനായ ആനന്ദൽ തുമ്പെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും പിന്നെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ കാലഘട്ടം എത്തുമ്പോഴത്തേക്ക് അംബേദ്കർ ഈ പ്രത്യേക ഇലക്ടറേറ്റ് എന്ന് പറഞ്ഞ ആശയങ്ങൾക്കൊക്കെ ഉപരിയായിട്ട് മുഴുവൻ സവർണരെയും അവർണരെയും പിന്നെ പല വിഭാഗങ്ങളെ എല്ലാവരും ഒരുമിപ്പിക്കുന്ന ഒരു രാഷ്ട്രഭാവനയിലേക്ക് തന്നെ, ഗാന്ധിയുടെ ഒരു രാഷ്ട്രഭാവനയിലേക്ക് തന്നെ എത്തുന്ന ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാട് പുലർത്തുന്ന അംബേദ്കറുടെ ഇത്. അതേസമയം തന്നെ അതിനുശേഷം പിന്നീട് അംബേദ്കർ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നു. അങ്ങനെ ഇങ്ങനെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉറച്ചു പോയിട്ടുള്ള ഒരു ബിംബങ്ങളായിരുന്നില്ല അംബേദ്കറും ഗാന്ധിയുമെല്ലാം. അപ്പോൾ മതത്തോടുള്ള ഈ ഗാന്ധിയുടെ അംബേദ്കറുടെയും സമീപനങ്ങൾ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്ന് നമുക്ക് പിന്നെ മതത്തിൻ്റെയും അല്ലെങ്കിൽ പാരമ്പര്യത്തിൻ്റെയും ഭാഷയിലൊക്കെ ഇപ്പം പറയുന്ന പോലെ ലോഹിയും അംബേദ്കറും പിന്നെ നെഹ്റു എല്ലാം വളരെ ആധുനികരായിരുന്നു, ആധുനികമായ മൂല്യങ്ങളുടെ വെളിച്ചത്തിൽ സംസാരിച്ചിരുന്നു, ആധുനികമായ വിമോചന സങ്കല്പങ്ങൾ അവതരിപ്പിച്ചിരുന്നു. അതേസമയം തന്നെ പാരമ്പര്യത്തിലേക്കും പാരമ്പര്യത്തിൻ്റേതായിട്ടുള്ള പിന്നെ ആധുനികപൂർവമായ മൂല്യങ്ങളിലുമൊക്കെ അതിൻ്റെ തടവുകാരനായ ഒരാളാണ് ഗാന്ധിജി എന്ന് പെട്ടെന്ന് പറയാവുന്ന പിന്നെ പല കാര്യങ്ങളും ഇതിനുള്ളിലുണ്ട്. പക്ഷേ ഗാന്ധിജിയുടെ യുക്തി, ആധുനികതയുടെ പ്രധാന സവിശേഷത എന്ന് പറഞ്ഞാൽ യുക്തിയാണ്. ഈ ഗാന്ധിയുടെ യുക്തിയെ സാധാരണ നമ്മുടെ യുക്തിക്ക് അപ്പുറത്തേക്ക്, അപ്പോൾ നമുക്ക് അന്നുമുണ്ടായിരുന്ന മറ്റെല്ലാവർക്കും തന്നെ തൊട്ടു മുമ്പിലുള്ള ഒരു ദൃശ്യം മാത്രമാണ് കാണാൻ കഴിയുന്നതെങ്കിൽ ആ ദൃശ്യത്തിനും അപ്പുറത്തുള്ള ഒരു കാഴ്ച ഉണ്ടാകുന്ന ആ ഗാന്ധിയുടെ ആ യുക്തി പലർക്കും അത് ഭ്രാന്തായിട്ടും അയുക്തിയായിട്ടും ഒക്കെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ഘട്ടത്തിലും ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വലിയ പ്രതീകങ്ങളെയും ഒക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ മതം, ഇപ്പോൾ ഇന്ന് ഇന്ത്യയിൽ മഹാഭൂരിപക്ഷം ജനങ്ങളും വിശ്വാസത്തിൻ്റേതായിട്ടുള്ള ഒരു മതാത്മകമായ ലോകത്തിലാണ് കഴിയുന്നത്. ഗാന്ധിയുടെ കാലത്തെ പോലെ തന്നെ ആ മതാത്മകമായ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ പിന്നെ കാണാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് സംവദിക്കാനുള്ള സാധ്യതകളാണ് ഇല്ലാതാകുന്നത്. ഇപ്പോൾ തത്വചിന്തകരും യുക്തിവാദികളും ഒക്കെ വളരെ കുറവാണ്. ഇപ്പം ഈ മഹാഭൂരിപക്ഷമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ ഒരു ന്യൂനപക്ഷമെന്ന് മാത്രം പറയാവുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതിനുള്ളൊരു ഭാഷ നിശ്ചയമായിട്ടും ഗാന്ധിജി സ്വായത്തമാക്കിയിരുന്നു. അപ്പോൾ പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള അടഞ്ഞ മുറിയിൽ സംസാരിക്കുന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഇന്ത്യയിലെ വിശാലമായ ഗ്രാമങ്ങളിലൂടെ, വിശാലമായ ഭൂപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് ആരാധനാലയങ്ങളിൽ അവിടെയെല്ലാം പ്രാർത്ഥനാ നിർഭരരായി നിൽക്കുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യർ.
ഈ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഇന്ത്യൻ യാഥാർത്ഥ്യത്തോട് അഭിസംബോധന ചെയ്തു എന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പം ഗാന്ധിജിയുടേതായ ഒരു ഭാഷയുണ്ടാക്കി അവരോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു പ്രതീകങ്ങളെ രൂപപ്പെടുത്തി. എന്നാൽ ഇന്ന് നേരെ മറിച്ചാണ് നടക്കുന്നത്. ഇന്ത്യയിലെ 7 ലക്ഷം ഗ്രാമങ്ങളായിരുന്നു ഗാന്ധിയുടെ ആ രീതിയിലൊരു ശക്തി. ഇന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ വിദൂരമായ ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ ഇപ്പോൾ സംഘപരിവാറിൻ്റെ പ്രവർത്തകർ മിഷണറിമാരെ പോലെ കടന്നു ചെല്ലുകയാണ്. ഇപ്പോൾ വളരെ വളരെ ഉള്ളിലുള്ള ഒരു ഗ്രാമത്തിൽ കീഴാളരും ആദിവാസികളും ദളിതരും ഒക്കെ താമസിക്കുന്ന ഒരു ഗ്രാമത്തിലേക്ക്, അവിടെ ആ ഗ്രാമത്തിൻ്റെ തുടക്കത്തിലുള്ളൊരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഒരു പ്രതിഷ്ഠയായിരിക്കും, ഒരു കല്ലായിരിക്കും അവരുടെ ദേവത. ആ ദേവതയെ അവരുടെ സ്വത്വവാദവുമായി ബന്ധപ്പെടുത്തിയാണ് അവർ കാണുന്നത്. ഈ മിഷണറിമാരെ പോലെ കടന്നു വരുന്ന സംഘപരിവാർ പ്രവർത്തകർ ആ കല്ലിന് അല്ലെങ്കിൽ ആ പ്രതിഷ്ഠയ്ക്ക് ഒരു മനോഹരമായ ക്ഷേത്രം പണിത് കൊടുക്കുക, അങ്ങനെ അവരുടെ വിശ്വാസ ലോകത്തെ പേട്രണൈസ് ചെയ്യുക, ആ രീതിയിൽ ആ ഗ്രാമത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിലേക്ക് അവർ കടന്നു ചെല്ലുക. അങ്ങനെ അവരുടെ വിശ്വാസ ലോകത്തെ ഹിന്ദുത്വവുമായിട്ട് അങ്ങനെ കണക്ട് ചെയ്ത് ഹിന്ദുത്വത്തിനുള്ളിലേക്ക് അതിനെ പ്രവേശിപ്പിക്കുക. അങ്ങനെ ജാതിയുടേതായിട്ടുള്ള മാരക സ്വഭാവത്തെ അങ്ങ് റദ്ദ് ചെയ്തുകൊണ്ട് ജാതിയെ കൂടി അങ്ങ് ഹിന്ദുത്വത്തിലേക്ക് ഉൾച്ചേർക്കുക. ഈ ഒരു പ്രക്രിയ വ്യാപകമായി ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുള്ള സുഹൃത്തുക്കൾ പറയുന്നത്. അപ്പോൾ ഈ ഗ്രാമങ്ങളിൽ മാത്രമല്ല, ഒരു അർബൻ സ്പേസിലും ഇതേ രീതിയിലൊരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു അപരത്വബോധത്തിലൂടെ ഒരു ഏതാണ്ട് ഉന്മാദാവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് ഒരു വലിയ സമൂഹം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് നിശ്ചയമായിട്ടും ഗാന്ധിജി എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അവസാന വർഷങ്ങളിൽ 1948 വെടിയേറ്റ് മരിക്കുന്ന 78ാമത്തെ വയസ്സിൽ വെടിയേറ്റ് മരിക്കുന്നതിന് തൊട്ടുമുമ്പും അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെ പുതിയ ഭരണഘടനയുടെ ഒരു കരടാണ് എഴുതിക്കൊണ്ടിരുന്നത്. അതിലും അദ്ദേഹം പറഞ്ഞതാണ്, നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോവുക, അവരുടെ സാമൂഹ്യ ബന്ധങ്ങൾ, അവരുടെ ബന്ധങ്ങൾ, അവരുടെ ജീവിതത്തിൽ ഇടപെടുക, അവരുടെ വിശ്വാസ ലോകത്തെ, അവരുടെ ജാതിപരമായ വിവേചനത്തെ, അസമത്വത്തെ, ചൂഷണത്തെ ഇല്ലാതാക്കുന്ന ഒരു വ്യവസ്ഥയ്ക്ക് വേണ്ടി നിങ്ങൾ അവരുടെ ഇടയിലേക്ക് പോകാനാണ് പറഞ്ഞത്. പക്ഷേ ആർക്കും സമയമുണ്ടായില്ല. എല്ലാവർക്കും പിന്നീട് ഭരിക്കാനുള്ള തിരക്ക്, മറ്റു പല തിരക്കുകൾ. പക്ഷേ ഇപ്പോൾ നേരെ തിരിച്ച് ഗാന്ധിയുടെ സ്വപ്നങ്ങളെ, ഗാന്ധിയുടെ രാഷ്ട്ര സ്വപ്നങ്ങളെ, രാഷ്ട്ര സങ്കല്പങ്ങളെ, മനുഷ്യ സങ്കല്പങ്ങളെ എല്ലാം ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയയിലേക്കാണ് ഇന്ന് ഈ ഗ്രാമങ്ങളിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗാന്ധിജിയുടെ രാഷ്ട്രസങ്കല്പത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതിൻ്റെ സ്വഭാവം നമുക്കറിയാം. അതിൻ്റെ ഇൻക്ലൂസീവ്നെസ് ആയിരുന്നു. എല്ലാത്തിനെയും ചേർത്ത് വെക്കുന്ന, അപരത്വത്തിൻ്റെ സൃഷ്ടിയില്ലാത്ത അതിൻ്റെ ഇൻക്ലൂസീവ്നെസ് ആയിരുന്നു. പക്ഷേ ഇന്ന് ഈ മതരാഷ്ട്ര സങ്കല്പങ്ങളിൽ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളും ഏതെങ്കിലും രീതിയിലുള്ള ഒരു അപരത്വത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ് തങ്ങളുടേതായ സ്പേസ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അങ്ങനെയല്ലാത്ത ഈ ചിന്തയെ ഒരു അനുഭവമായ, ഒരു സമ്മോഹനമായ ഒരു ചിന്തയായി നമുക്ക് നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുകയും അതിനെ ഒരു പ്രതിരോധ കവചകമാക്കി മാറ്റുകയും ചെയ്യേണ്ട ഒരു സന്ദർഭമാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഗാന്ധിയുടെ രാഷ്ട്രസങ്കല്പത്തിൻ്റെ ഒരു പ്രത്യേകത, ഇനി അടുത്ത ചർച്ചയിലേക്ക് വരികയാണെങ്കിൽ അതൊരു അവസാനത്തെ ആളെ കാണാൻ ഉള്ളൊരു കാഴ്ചയാണ്. അവസാനത്തെ ഏറ്റവും നിസ്സഹായനും നിസ്വനും ദരിദ്രനുമായ ഏറ്റവും അവസാനത്തെ ആളെ കാണാനുള്ള ആ കാഴ്ച. ഈ രണ്ട് രാഷ്ട്രസങ്കല്പത്തെ തകർത്തുകൊണ്ട് ഒരു പ്രക്രിയ ഇവിടെ നടക്കുമ്പോൾ അതിനെതിരായിട്ട് ഗാന്ധിജിയുടെ സങ്കല്പങ്ങളെ, ഗാന്ധിയുടെ സ്വപ്നങ്ങളെ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു പ്രത്യേക കാലഘട്ടമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ രാജ്യത്തെ വർഗീയതയെ നേരിടാൻ ഗാന്ധിജിയുടെ സെക്യുലർ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച്, മതേതരമായ ആത്മീയതയെക്കുറിച്ച് ബോബി പറഞ്ഞത് കുറേ കൂടി ഗൗരവത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. 1925 തന്നെ RSSൻ്റെ 100ാം വാർഷികത്തിൻ്റെ ആ ഒരു തുടക്കത്തിലെ ആ വർഷം തന്നെ വാസ്തവത്തിൽ നമ്മുടെ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന RSS അവരുടെ എഴുത്തുകളെല്ലാം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗാന്ധിജിയുടെ സെക്യുലർ സ്പിരിച്വാലിറ്റി, നെഹ്റുവിൻ്റെ മോഡേണിറ്റി, കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വർഗീയതയ്ക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാടുകൾ, ഇതിൻ്റെയൊക്കെ ഫലമായിട്ടൊരു വർഗീയത നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ സ്വീകരിച്ചില്ല. ഇവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് അത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു.
1952 ഇലക്ഷനിൽ ഇവിടുത്തെ തീവ്ര ഹിന്ദു സംഘടനകൾ നിരവധി സ്ഥാനാർത്ഥികളെ, നൂറുകണക്കിന് സ്ഥാനാർത്ഥികളെ പാർലമെൻറ്റിൽ മത്സരിപ്പിച്ചിട്ടും വിരലിലുണ്ടാവുന്നവരെ മാത്രമേ അവർക്ക് ജയിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇന്ത്യയിലെ ജനങ്ങൾ വിജയിപ്പിച്ച കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും സോഷ്യലിസ്റ്റ് പാർട്ടിയും ഈ പാർട്ടികളെയും ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹം. ലോകത്തിലേക്കും വലിയൊരു സെക്യുലർ സമൂഹമാണ് ഇവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന മജോറിറ്റി കമ്മ്യൂണലിസം, ദ മജോറിറ്റി കമ്മ്യൂണലിസം ഹാസ് ബിക്കം ദ ഡോമിനൻ്റ് ഐഡിയോളജി. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യയശാസ്ത്രം തന്നെ ഭൂരിപക്ഷ വർഗീയതയായിട്ട് മാറിയിരിക്കുക. അതിനെ എങ്ങനെയാണ് നമുക്ക് നേരിടാൻ പറ്റുന്നത്? അവിടെയാണ് ഞാൻ ബോബിയുടെ ചിന്തയുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. നമ്മുടെ പാശ്ചാത്യ സെക്കുലറിസം കൊണ്ട് ഈ വർഗീയതയ്ക്കെതിരെ പാശ്ചാത്യ ലോകത്ത് പറയുന്ന മതനിരപേക്ഷത കൊണ്ട് മാത്രം സാധിക്കുമോ? ഈ വർഗീയതയെ നേരിടണമെങ്കിൽ, ഈ കമ്മ്യൂണൽ പൊളിറ്റിക്സിനെ നേരിടണമെങ്കിൽ ഡോക്ടർ ലോഹിയ മുമ്പോട്ട് വെച്ച സോഷ്യൽ ജസ്റ്റിസ് പൊളിറ്റിക്സ് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്ത്യയിലെ ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു ഏകശിലാരൂപമായ കമ്മ്യൂണിറ്റി അല്ല. അതിൽ മഹാഭൂരിപക്ഷം അയിത്തവും ഉച്ചാടനവും അസ്പൃശ്യവും നേരിട്ട മഹാഭൂരിപക്ഷം ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളാണ്. ആ ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളെ സംഘടിപ്പിച്ച് ഈ വർഗീയതയ്ക്കെതിരെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അവരെ ഒരുക്കുന്നതാണ് സോഷ്യൽ ജസ്റ്റിസ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഉത്തർപ്രദേശിൽ ലോഹിയുടെ പിൻഗാമിയായ മുലായം സിംഗ് യാദവിൻ്റെ പാർട്ടി 37 ലോക്സഭാ സീറ്റിൽ അവർ വിജയിച്ചിരുന്നില്ലെങ്കിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി. ഇപ്പോൾ ബീഹാറിൽ നടക്കുന്നത് അതാണ്. കമ്മ്യൂണൽ പൊളിറ്റിക്സിനെ നേരിടാൻ നമ്മുടെ രാജ്യത്ത് പാശ്ചാത്യ മാതൃകയിലുള്ള മതനിരപേക്ഷതയുടെ വാദങ്ങൾ മാത്രം പോരാ. സോഷ്യൽ ജസ്റ്റിസ്, കമ്മ്യൂണൽ പൊളിറ്റിക്സിനെ നേരിടാൻ സോഷ്യൽ ജസ്റ്റിസ്, ഹിന്ദു മതത്തിലെ അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുടെ സംഘാടനവും മൊബിലൈസേഷനും വലിയ മുന്നേറ്റവും കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ഗാന്ധി ഹിന്ദുമതത്തിലെ ഒരു പരിഷ്കരണം എന്ന വസ്തുതയിൽ ഊന്നുമ്പോൾ ഗാന്ധി ഒരു മുന്നോക്ക ജാതികൾക്കിടയിലുണ്ടാകേണ്ടുന്ന മാനസികമായ പരിവർത്തനത്തിൻ്റെ തലങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ പൂന കരാറിൻ്റെ സമയത്ത് ഗാന്ധിയുടെ ഒരു ഉപവാസ സമരം ഉണ്ടാക്കിയുള്ള സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഒട്ടേറെ ക്ഷേത്രങ്ങൾ അധസ്ഥിതർക്കായിട്ട് തുറന്നു കൊടുക്കുവാൻ സനാതന ഹിന്ദുക്കൾക്ക് തയ്യാറാകേണ്ടി വന്നത്. അപ്പോൾ അത് ഗാന്ധിയെ പൂന കരാറിൻ്റെ സമയത്ത് അംബേദ്കറുമായിട്ടുള്ള ചർച്ചയിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം ഊന്നുന്നുണ്ട്. അതായത് അംബേദ്കർ ഡിപ്രസ്ഡ് ക്ലാസ് നിന്നാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ഗാന്ധി മറ്റൊരു രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഞാൻ ഒപ്രസ്ഡ് ക്ലാസിൻ്റെ പ്രതിനിധിയാണ് എന്ന് പറയുന്നുണ്ട്. ഡിപ്രസ്ഡ് എന്നുള്ള വാക്കിന് പകരം ഗാന്ധി ഒപ്രസ്ഡ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ഒപ്രസ്ഡ് എന്ന് പറയുമ്പോൾ അവിടെ ഏതോ ഒരു തലത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള അടിച്ചമർത്തലിൻ്റെ ഒരു ഫോഴ്സിനെ കുറിച്ച് ഉള്ള ഒരു ആലോചനയാണ് ഗാന്ധി ഒപ്രസ്ഡ് എന്നുള്ള വാക്ക് ഡിപ്രസ്ഡ് എന്നുള്ള വാക്കിന് പകരം വെച്ചുകൊണ്ട് പറയുന്നത്. അപ്പോൾ അവിടെ ഗാന്ധി ഈ മാനസികമായിട്ടുള്ള മുന്നോക്ക ജാതി സവർണ ജാതികളുടെ മാനസികമായിട്ടുള്ള മനസ്സിൻ്റെ മാറ്റത്തിലുള്ള കാര്യങ്ങൾ ഊന്നുന്നുണ്ട്. ഒരുപക്ഷെ അവസാന കാലഘട്ടത്തിൽ ബുദ്ധമതം സ്വീകരിച്ചതിന് ശേഷം അല്ലെങ്കിൽ ബുദ്ധമതം സ്വീകരിക്കുന്നതിന് മുമ്പ് അഷ്ടാംഗ ഹൃദയത്തിൽ അംബേദ്കർ ഊന്നുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു മാനസികമായിട്ടുള്ള പരിവർത്തനത്തിൻ്റെ ആവശ്യകത അംബേദ്കർ ഊന്നുകയല്ലേ ചെയ്യുന്നത് എന്നുള്ള ഒരു വിഷയം അവിടെ നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു ഘട്ടത്തിൽ ഈ പറയുമ്പോൾ രണ്ട് ധ്രുവങ്ങളാണ് ഈ ജാതിയെ സംബന്ധിച്ചുള്ള ആദ്യ കാലഘട്ടങ്ങളിലെ സംവാദങ്ങളിൽ ഗാന്ധിയും അംബേദ്കറും രണ്ട് പക്ഷത്താണുള്ളായിരുന്നത്. ഗാന്ധി ചാതുർവർണ്ണ്യത്തിനെ പിന്തുണച്ചു എന്നുള്ള രീതിയിലുള്ള വാദങ്ങളുണ്ട്, അതിലേക്ക് വരാം. ഇവിടെ ഈ മാനസികമായിട്ടുള്ള പരിവർത്തനത്തിൽ അംബേദ്കർ പരോക്ഷമായിട്ട് അതിനെ സാധൂകരിക്കുകയും ഗാന്ധി പ്രത്യക്ഷത്തിൽ തന്നെ അത് പറയുകയും ചെയ്യുമ്പോൾ
ലോഹ്യ അതിനകത്ത് ഇപ്പോൾ DR നാഗരാജു അദ്ദേഹത്തിൻ്റെ ഫ്ലെയിമിംഗ് ഫീറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ലോഹ്യ അംബേദ്കറുടെയും ഗാന്ധിക്കും ഇടയിലുള്ള ഒരു പാലമായിട്ട് വർത്തിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. അത് പലപ്പോഴും നമ്മളെ ദളിത് ബന്ധു NK ജോസിനെ പോലുള്ള ആളുകൾ ഗാന്ധിയിൽ നിന്ന് ലോഹ്യയിലേക്കും ലോഹ്യയിൽ നിന്ന് അംബേദ്കറിലേക്കാണ് പോകുന്നത്. അങ്ങനെ മറ്റു പലരും അംബേദ്കറിൽ നിന്ന് ലോഹ്യയിലേക്കും പിന്നീട് ഗാന്ധിയിലേക്കും പോയിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ അംബേദ്കറുടെയും ഗാന്ധിയുടെയും ഒരു സംവാദാത്മകതയുടെ തലത്തെ ലോഹ്യ എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിട്ടുള്ളതെന്ന് ഒന്ന് വർഗീസ് ജോർജ് സാറും, അതേപോലെ നേരത്തെ പറഞ്ഞ മാനസികമായിട്ടുള്ള ഈ പരിവർത്തനത്തിൻ്റെ ഒരു തലം അത് പിന്നെ യഥാർത്ഥത്തിൽ ജാതി ഒരു മാനസിക ഘടന എന്നുള്ള രീതിയിൽ ഒരു മനസ്സിൻ്റെ തലത്തിൽ നടക്കുന്ന ഒരു പരിവർത്തനവും യഥാർത്ഥത്തിൽ സാമൂഹിക നീതിയുടെ സാമൂഹിക വിപ്ലവത്തിൻ്റെ രാഷ്ട്രീയപരമായ ആവശ്യത്തോടൊപ്പം പ്രാധാന്യമുള്ളതല്ലേ എന്നുള്ള ഒരു ആലോചനകൾക്ക് ബോബി തോമസും അതിന് പ്രതികരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യം വർഗീസ് സാറിനോട് ലോഹ്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഗാന്ധിജി ചാതുർവർണ്ണ്യത്തിൻ്റെ വക്താവായിരുന്നു എന്നുള്ള അംബേദ്കറിസ്റ്റുകളുടെ ഒരു വിഭാഗം അംബേദ്കറിസ്റ്റുകളുടെ അരുന്ധതി റോയിയുടെയും നിലപാടിനെ ഞാൻ സ്വീകരിക്കുന്നില്ല. 1923 കോൺഗ്രസ് സമ്മേളനത്തിൽ എല്ലാവരും പ്രതീക്ഷിച്ചത് സാമ്രാജ്യത്തിനെതിരെ വലിയൊരു പോരാട്ടത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്യുന്നതായിരുന്നു. പക്ഷേ ആ സമ്മേളനത്തിൽ കാക്കിനഡ കോൺഗ്രസ്സിൽ ഗാന്ധിജി ആഹ്വാനം ചെയ്ത അയിത്തോച്ചാടനമായിരുന്നു. ACC സമ്മേളനത്തിന് വന്ന എല്ലാവരും ആ ഒരു വിപ്ലവത്തിൻ്റെ തീപ്പന്തം കൊളുത്താൻ ഒരുങ്ങി വന്നപ്പോൾ ഗാന്ധിജി പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള അയിത്തോച്ചാടനം എന്നുള്ളതായിരുന്നു. ആ അയിത്തോച്ചാടനത്തിൻ്റെ മുദ്രാവാക്യവുമായിട്ട് കോൺഗ്രസ് പ്രവർത്തകർ രാജ്യം മുഴുവൻ എത്തി. ഗാന്ധിജി പറഞ്ഞത് ഒരു നീതിയുള്ള സമൂഹം, സാമൂഹ്യ സാമ്പത്തിക നീതിയുള്ള ഒരു ഇന്ത്യ രൂപപ്പെടണമെങ്കിൽ ഇവിടെ എല്ലാവർക്കും അതിനുള്ള പങ്കാളിത്തം ഉണ്ടാകണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാലും ഞങ്ങൾക്ക് വഴി നടക്കാൻ സാധിക്കുമോ? പൊതുക്കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ സാധിക്കുമോ? മാറുമറയ്ക്കാൻ സാധിക്കുമോ? അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നത്? അതുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും മനുഷ്യത്വം കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തനം. അങ്ങനെ ഒരു മാനവികതയിലൂന്നിയ സ്വാതന്ത്ര്യം, ധാർമ്മികതയിലൂന്നിയ സ്വാതന്ത്ര്യം കിട്ടിയില്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം ഒരു യാന്ത്രികമായ സ്വാതന്ത്ര്യമെന്ന് ഗാന്ധിജി കരുതും. അതുകൊണ്ട് കേളപ്പജി എഴുതുന്നുണ്ട്, ഞങ്ങൾ കാക്കിനാട കോൺഗ്രസ്സിൽ നിന്ന് വന്നതിന് ശേഷം ഞങ്ങളിവിടെയെല്ലാം പാവപ്പെട്ട പ്രത്യേകിച്ച് താണജാതിക്കാരുടെ വീടുകളിൽ ചെന്നു കുഞ്ഞുങ്ങൾ പരു വന്ന് പഴുത്ത് ഞങ്ങൾ ഒരു തെങ്ങിൻ്റെ ഓല എടുത്ത് അതിൻ്റെ ഈർക്കിലെടുത്ത് ആ പരു പൊട്ടിച്ച് ആ പരു കീറിക്കളഞ്ഞ് ആ കുഞ്ഞുങ്ങളെ കഴുകി വൃത്തിയാക്കി ഞങ്ങൾ ഈ അയിത്തോച്ചാടനം ജാതിവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ജാതിക്കെട്ടിനും ജാതിക്കോട്ടയ്ക്കും എതിരെ ശക്തമായിട്ട് തന്നെ ഗാന്ധിജി നിലകൊണ്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അരുന്ധതി റോയി അത് എപ്പോഴും വളരെ വിസ്മരിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗാന്ധിജിയുടെ ആ ഒരു ആസ്പെക്റ്റിനെ റീറീഡ് ചെയ്യേണ്ട, വായിക്കേണ്ട ഒരു ഘട്ടമാണ്, ഒരു സമയമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ലോഹ്യ ഇവർക്കിടയിൽ തീർച്ചയായിട്ടും വിനോദ് പറഞ്ഞ നല്ലൊരു ആശയമാണ്. അവർക്കിടയിൽ നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ലോഹ്യേറ്റുകൾ, സോഷ്യലിസ്റ്റുകൾ വലിയ ഗാന്ധിജിയുടെ വലിയ അനുയായികളായിരുന്നു, ആരാധകന്മാരായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് പിരിഞ്ഞതിൻ്റെ ഒരു കാര്യം അതുതന്നെയായിരുന്നു. കമ്മ്യൂണിസ്റ്റുകൾ ഗാന്ധിജിയെ വിമർശിക്കുമായിരുന്നു. പലപ്പോഴും സാമ്രാജ്യത്വമായിട്ട് ഗാന്ധിജി ഒത്തുചേർന്നിട്ടുണ്ട്, സന്ധി ചേർന്നിട്ടുണ്ട് എന്ന് കമ്മ്യൂണിസ്റ്റുകൾ പറയുമ്പോൾ സോഷ്യലിസ്റ്റുകൾ അതിനെ തിരുത്തുമായിരുന്നു. അവർ ഗാന്ധിജിയുടെ വലിയ ആരാധകന്മാരായിരുന്നു. അതുകൊണ്ട് ഗാന്ധിജിയുടെ ഈ ഒരു നിലപാടുകൾ, ജാതിക്കെതിരായ, ചാതുർവർണ്ണത്തിനെതിരായ, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അസ്പൃശ്യക്കും മൈത്തത്തിനുമെതിരായ നിലപാടുകളെ സോഷ്യലിസ്റ്റുകൾ ലോഹ്യയുടെ നേതൃത്വത്തിൽ വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ പാനൂരിൽ ചെന്നപ്പം എല്ലാ വീട്ടിലും PR കുറുപ്പിൻ്റെ ദൈവത്തിൻ്റെ ഫോട്ടോയോടൊപ്പം PR കുറുപ്പിൻ്റെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്.
ഞാൻ ചോദിക്കും, എന്താ നിങ്ങൾ പി ആർ കുറുപ്പിൻ്റെ ഫോട്ടോ ദൈവത്തിൻ്റെ ഫോട്ടോയുടെ കൂടെ വെച്ചിരിക്കുന്നത്? അവർ പറഞ്ഞു, ജാതിക്കോട്ടയുള്ള കാലഘട്ടത്തിൽ പി ആർ കുറുപ്പ് ഞങ്ങളുടെ വീട്ടിൽ വരും, ഞങ്ങളെ കെട്ടിപ്പിടിക്കും. ആ പി ആറിൻ്റെ കരുത്തുള്ള കെട്ടിപ്പിടുത്തം ഉണ്ടല്ലോ, ഞങ്ങളെ ആശ്ലേഷിക്കും, ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. ഡോക്ടർ ലോഹി പറയുന്നുണ്ട്, മാമാ ബലേശ്വർ ദയാൽ ഇത് ചെയ്യുന്നുണ്ട്. താണജാതിയിൽപ്പെട്ടവർക്കിടയിൽ പ്രവർത്തിച്ച് ആ ജാതി വ്യത്യാസം ഇല്ലാതാക്കി ജാതിവിരുദ്ധ പ്രവർത്തനങ്ങളാണ് സോഷ്യലിസ്റ്റുകൾ നടത്തേണ്ടതെന്ന് ലോഹിയ ശിഷ്യനായ മാമാ ബലേശ്വർ ദയാൽ പിന്നീട് ലോഹി അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഗാന്ധിജിക്കും അംബേദ്കറിനും ഇടയിൽ ഇതൊക്കെയാണെങ്കിലും അംബേദ്കറുമായിട്ട് ലോഹിക്ക് ചേരണമെന്നുണ്ടായിരുന്നു. കാരണം അംബേദ്കർ എത്രയോ ഉയർന്ന തലത്തിലാണ്. ലോഹിയ ശിഷ്യന്മാർ ചെന്നിട്ട് ലോഹിയോട് പറയുന്നുണ്ട്, അംബേദ്കറെ ഒന്ന് കാണണം, തീർച്ചയായിട്ടും കാണണം. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ രൂപീകരിച്ചു. PSPയും SSPയും തമ്മിൽ പാർട്ടി പിരിഞ്ഞ് ലോഹിയ സ്വന്തമായി പാർട്ടി ഉണ്ടാക്കിയപ്പോൾ അംബേദ്കറെ ക്ഷണിച്ചു. മാൻകൈൻഡിൽ ഒരു ലേഖനം എഴുതാൻ പറഞ്ഞു. ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരണമെന്ന് വരെ അദ്ദേഹം ആഗ്രഹിച്ചു. അപ്പോൾ അംബേദ്കർ പറഞ്ഞു, ഞാൻ ഇത്രാം തീയതി നമ്മൾ തമ്മിൽ കാണാമെന്ന് പറഞ്ഞു. ചരിത്രത്തിൽ നടക്കാതെ പോയൊരു അഭിമുഖമായിരുന്നു. അംബേദ്കർ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ വന്നിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഭാവി തന്നെ മാറിപ്പോയെന്ന്. പക്ഷേ ആ വരാമെന്ന് പറഞ്ഞതിന് 2 ദിവസം മുമ്പ് അംബേദ്കർ മരിച്ചുപോയി. അതുകൊണ്ട് ആ കൂടിക്കാഴ്ച നടന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഗാന്ധിജിയുടെ ആശയങ്ങളെ അനുധാവനം ചെയ്തുകൊണ്ട് തന്നെ ഗാന്ധിജിക്കും അംബേദ്കർക്കും ഇടയിൽ നടന്ന ഒരു നേതാവായിരുന്നു ലോഹി. അതായത് തങ്ങളോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, മാനസികമായിട്ടുള്ളൊരു ഭാവമാണ് ജാതി എന്നുള്ള രീതിയിൽ എന്ന നിലയിൽ മാനസികമായ പരിവർത്തനത്തിൻ്റെ ഒരാവശ്യകത ജാതിയുടെ നിർമ്മാർജ്ജനത്തിനില്ലേ? അതിൽ ഗാന്ധിയും അംബേദ്കറും ഒരേപോലെ, അംബേദ്കർ പിൽക്കാലത്തും ഗാന്ധി തുടക്കം മുതൽ ഒരു ബുദ്ധമതത്തെ അഷ്ടാംഗ മാർഗത്തിലേക്കും അംബേദ്കർ സഞ്ചരിച്ചതിലൂടെ ഈ ഒരു മാനസികമായിട്ടുള്ള പരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആലോചന അംബേദ്കറും നടത്തുന്നില്ലേ ഗാന്ധിയെ പോലെ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം വന്നു. അതെ, അത് വളരെ ശരിയാണ്. അംബേദ്കറുടെ ഒരു അവസാന കാലം ഒക്കെ എത്തുമ്പോഴത്തേക്ക് അംബേദ്കർ ഏതാണ്ട് ഗാന്ധിജിയുടെ അതേ ഭാഷയിൽ തന്നെ സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അംബേദ്കറുടെ അവസാനത്തെ കാഠ്മണ്ഡുവിലൊക്കെ പോയുള്ള ആ പ്രസംഗങ്ങൾ, അല്ലെങ്കിൽ ഈ ബുദ്ധമത സമ്മേളനങ്ങളിലൊക്കെ നടത്തുന്ന പ്രസംഗങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം പറയുന്നത്, ബൗദ്ധകാരുണ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ ശത്രുക്കളോട് ഏറ്റുമുട്ടുകയല്ല വേണ്ടത്, ശത്രുക്കളെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ മാനസികമായി പരിവർത്തനപ്പെടുത്തുക. അങ്ങനെ ഒരു അംബേദ്കറെ നമുക്ക് പരിചയമില്ല. അംബേദ്കർ അംബേദ്കറുടെ പിൻഗാമികളെ എന്ന് പറയുന്ന പലരും അവതരിപ്പിക്കുന്ന ഒരു അംബേദ്കറെ മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. അംബേദ്കർ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന അംബേദ്കർ ഈ മൈത്രിയെ പറ്റിയാണ് പറയുന്നത്. മൈത്രി എന്ന് പറയുന്നത് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഘട്ടത്തിൽ മാത്രമല്ല, ഈ പ്രപഞ്ചത്തെ മുഴുവൻ, ജീവജാലങ്ങളെ മുഴുവൻ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മൈത്രി എന്ന വിശാലമായ ബൗദ്ധ കാരുണ്യത്തിൻ്റേതായിട്ടുള്ള ഒരു സങ്കല്പത്തിലേക്കാണ് അംബേദ്കർ എത്തുന്നത്. അപ്പോൾ അംബേദ്കറും ഗാന്ധിയും തമ്മിൽ ചേരുന്ന ഒത്തിരി സന്ദർഭങ്ങളും ചിന്തകളുമുണ്ട്. അപ്പോൾ ഈശ്വർ സാർ പറഞ്ഞതുപോലെ തന്നെ അംബേദ്കറെയും ഗാന്ധിജിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം നിർമ്മിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് തന്നെയാണ്. രണ്ടുപേരും ഉയർത്തിപ്പിടിച്ചിരുന്ന കാഴ്ചപ്പാടുകൾ വളരെ പ്രസക്തവും ഇന്നും മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതായ കാഴ്ചപ്പാടുകൾ തന്നെയായിരുന്നു. ഇപ്പോൾ ഗാന്ധിജി പറഞ്ഞു, ഇപ്പം എല്ലാവരും ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണിയുണ്ട്. ഗാന്ധിജി പറഞ്ഞു, അംബേദ്കർ നമ്മുടെ സ്വരാജിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാകണം എന്ന് പറഞ്ഞു. അപ്പോൾ അംബേദ്കറുടെ പ്രതികരണം, എനിക്ക് മാതൃരാജ്യം, എനിക്ക് പിതൃരാജ്യം ഒന്നും ഇല്ലല്ലോ, എനിക്ക് എൻ്റെ രാജ്യം ഇല്ലല്ലോ എന്നുള്ള ഒരു പ്രതികരണമാണ് അംബേദ്കറുടെ ഭാഗത്തു നിന്ന്. അംബേദ്കറുടെ പ്രതികരണം വളരെ 100% ശരിയായിരുന്നു. അംബേദ്കറുടെ ഒരു അനുഭവങ്ങളിലൂടെ, അംബേദ്കർ ഉൾപ്പെട്ട ജനതയുടെ അനുഭവത്തിലൂടെയും ആ ഉത്തരം വളരെ ശരിയായിരുന്നു. അതേസമയം തന്നെ എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് വെക്കുന്ന ഒരു വിശാലമായ രാഷ്ട്രഭാവനയുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്ന ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിനും അതുപോലെ തന്നെ ഒരു പ്രസക്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് പ്രസക്തികളും കൂടി ചേരുമ്പോഴാണ് ശരിക്കുമുള്ള ഒരു കാഴ്ചപ്പാടിനെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പം അംബേദ്കറെ സംബന്ധിച്ചുള്ള അംബേദ്കർക്ക് ഒരു 1 പോയിൻ്റ് അജണ്ട ഉണ്ടാവേണ്ട
അത് അന്നത്തെ ഒരു രാഷ്ട്രീയ, അന്നത്തെ ഒരു സാമൂഹിക സാഹചര്യം, അംബേദ്കർ ജീവിച്ച ഒരു സാമൂഹിക സാഹചര്യത്തിൻ്റെ ഒരു സൃഷ്ടി കൂടിയായിരുന്നത്. പ്രത്യേകിച്ച് ഇപ്പം ഇപ്പോൾ പുതിയ ജീവചരിത്രത്തിലൊക്കെ ഈ അംബേദ്കറുടെ തന്നെ ഇത്ര കോൺട്രഡിക്ഷൻസിനെ സംബന്ധിച്ചുള്ള പല വിവരങ്ങളും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ആദിവാസികളോടുള്ള സമീപനത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇപ്പോൾ ദളിതർ രാഷ്ട്രീയമായി റെപ്രസെൻറ്റേറ്റ് ചെയ്യപ്പെടണമെന്നുള്ള പ്രശ്നമാണല്ലോ പൂന പാക്റ്റിൽ ഒരു വലിയ പ്രശ്നമായിട്ട് അവതരിപ്പിക്കുന്നത്. പക്ഷേ ആദിവാസികളുടെ പ്രശ്നം വരുമ്പോഴത്തേക്ക് അംബേദ്കർ പറയുന്നത് അവർ രാഷ്ട്രീയമായി കുറേ കൂടെ ഒരു ബോധത്തിലേക്ക് വന്നതിൽ മാത്രമേ അവരെ രാഷ്ട്രീയമായി പ്രതിനിധീകരിക്കാനുള്ള ഒരു അവകാശത്തിലേക്ക് അവരെത്തിയുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാട് പല ഘട്ടങ്ങളിൽ അംബേദ്കർ മുമ്പോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ത്രീകളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളിലൊക്കെയുള്ള ചില സമീപനങ്ങളിൽ അങ്ങനെ പല സമീപനങ്ങളിൽ ഉള്ളപ്പോൾ തന്നെ അംബേദ്കർ ഒരു 1 പോയിൻ്റ് അജണ്ടയിൽ താൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ദളിത് ജനവിഭാഗത്തിൻ്റെ മോചനം എന്നുള്ളൊരു 1 പോയിൻ്റ് അജണ്ടയിലേക്ക് അംബേദ്കർ പോയി അതിൽ വളരെ മുമ്പോട്ട് പോവുകയും ചെയ്തു. അതേസമയം തന്നെ ഗാന്ധിജിക്ക് എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് വെക്കേണ്ട ഒരു വിശാലമായ രാഷ്ട്രബോധത്തിൻ്റേതായിട്ടുള്ള വലിയൊരു സാമൂഹ്യ തലം രൂപപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ശരികളെയും ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയമായ ഒരു ദർശനമാണ് രൂപം കൊള്ളേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് അംബേദ്കറും ഗാന്ധിയും തമ്മിലൊരു സംവാദ തലമുണ്ടെന്നും ആ സംവാദ തലം ഗാന്ധിയും ബുദ്ധമതത്തിൻ്റെ ആശയങ്ങളെ സംശീകരിച്ചിരുന്നതാണ്. അപ്പോൾ ബുദ്ധമതം അതിൻ്റെ ഒരു അവരുടെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ആ സംവാദങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തലം ആണ് എന്നുള്ളതാണ് ബോബി തോമസ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പൂന കരാറിൻ്റെ സമയത്ത് ആ സമയത്താണ് ഗാന്ധി അംബേദ്കർ 2 ധ്രുവങ്ങൾ നിർത്തിക്കൊണ്ട് നിർത്തിക്കൊണ്ടുള്ള വ്യാഖ്യാനങ്ങൾ തുടങ്ങുന്നത് ആ പൂന കരാറിൻ്റെ ആ സമയത്തുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ ഈ പൂന കരാർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ബ്രിട്ടീഷ് പദ്ധതിയാണ്. റാംസേ മെക്ഡൊണാൾഡിൻ്റെ ഇന്ത്യയിലെ സമൂഹത്തിൽ വിഭജിക്കുക എന്നുള്ളൊരു ബ്രിട്ടീഷ് പദ്ധതിയാണത്. അപ്പോൾ ബ്രിട്ടീഷ് പദ്ധതിയായിട്ടുള്ള പൂന കരാറിനെ ഗാന്ധി എതിർക്കുന്നത് ഹിന്ദു മതത്തിൻ്റെ നവീകരണത്തെ തകർക്കും എന്നുള്ള ഒരു വാദം നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം ഒരു സെപ്പറേറ്റ് ഇലക്ടറേറ്റിനെയാണ് അദ്ദേഹം എതിർക്കുന്നത്. ആ ഘട്ടത്തിൽ നമുക്ക് കാണുന്ന ഗാന്ധി അധസ്ഥിതർക്ക് പാർലമെൻറ്റിലുള്ള സംവരണത്തെ പോലും തുടക്കത്തിൽ ഗാന്ധി എതിർക്കുന്നുണ്ട്. ഗാന്ധി അനുകൂലമല്ലായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ. പിന്നീട് അംബേദ്കറുമായുള്ള ഇൻ്റർവ്യൂവിന് പ്യാരലാലിനെ ഗാന്ധി അയക്കുകയാണ്. പ്യാരലാലും അംബേദ്കറും തമ്മിലുള്ള ഒരുപാട് ഇൻ്റർവ്യൂകൾ നടക്കുന്നുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഗാന്ധി അംബേദ്കറെ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ തുടങ്ങിയത് എന്നുള്ളതാണ് ഒരു നിരീക്ഷണം. അത് പ്യാരലാലിൻ്റെ പുസ്തകം വായിച്ചാൽ, അത് എപ്പിക് ഫാസ്റ്റ് എന്നുള്ള പുസ്തകം വായിച്ചത് വ്യക്തമായിട്ടത് ആഖ്യാനങ്ങൾ അതിനകത്ത് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ രീതിയിൽ ഈ ഗാന്ധിയും അവസാനം അംബേദ്കറെ മനസ്സിലാക്കുകയും ഗാന്ധി അംബേദ്കറുടെ വാദങ്ങളെ സാംശീകരിച്ചുകൊണ്ട് സെപ്പറേറ്റ് ഇലക്ടറേറ്റിനെ മാത്രം എതിർക്കുകയും എന്നാൽ പിന്നീട് അധസ്ഥിതർക്ക് അർഹമായിട്ടുള്ള പ്രായത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു എന്നുള്ളതും ആ പൂന കരാർ സമയത്ത് പിൽക്കാലത്ത് അംബേദ്കർ പറഞ്ഞതുപോലെ സെപ്പറേറ്റഡ് ഇലക്ടറേറ്റിൽ എന്താണോ കിട്ടേണ്ടിയിരുന്നത്, അതുവഴി എന്താണോ കിട്ടേണ്ടിയിരുന്നത് അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ അധസ്ഥിത വിഭാഗത്തിന് കിട്ടാൻ ഇടയായത് ഗാന്ധിയുടെ ഇടപെടൽ കൊണ്ടാണ് എന്നുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഇത് അംബേദ്കർ പറയുന്നുണ്ട്. പിൽക്കാലത്ത് അംബേദ്കർ അതിൽ നിന്ന് പിന്നോക്കം പോവുകയാണ്. ആ പിന്നോക്കം പോകുന്നതിൽ എന്താണ് രാഷ്ട്രീയ സാഹചര്യം? ഒരുപക്ഷെ അത് അക്കാലത്ത് ഗാന്ധിയുടെ ആ ഒരു നിലപാടിനെ അന്നത്തെ കോൺഗ്രസ്, കാരണം അംബേദ്കർ പലപ്പോഴും ഗാന്ധിയെക്കുറിച്ച് പറയുമ്പോൾ, ഗാന്ധിയെ പരാമർശിച്ച് പറയുമ്പോൾ കോൺഗ്രസ് നേതാവ് എന്നുള്ള രീതിയിലാണ് പിൽക്കാലത്തുള്ള വിശകലനങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ ഒരു കോൺഗ്രസ് സംഘടന എന്നുള്ള രീതിയിൽ ഗാന്ധിയുടെ ഈ തത്വത്തെ അട്ടിമറിച്ചോ ആ അട്ടിമറിയുടെ കാരണമായിട്ടാണോ അംബേദ്കർ പിൽക്കാലത്ത് ഗാന്ധിയെക്കെതിരായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ തുടർന്നത് എന്നുള്ളത് ആ കാര്യത്തിൽ താങ്കൾ എന്താണ് നിരീക്ഷിച്ചത്? ബോബി തോമസ് എന്താണ് അക്കാര്യം നിരീക്ഷിച്ചിട്ടുള്ളത്? അംബേദ്കറുടെ കാഴ്ചപ്പാടുകൾ എല്ലാ കാലത്തും ഒരേ രീതിയിൽ നിന്നൊരു ആളല്ല. ഞാൻ പറഞ്ഞ പോലെ
പ്രത്യേക ഇലക്ട്രേറ്റിലെ പ്രശ്നമാണ് പൂന പുരാറിലും ഗാന്ധിയുടെ ഉപവാസത്തിലേക്കൊക്കെ എത്തിച്ചത്. ഇതിന് തൊട്ടുമുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ പ്രത്യേക ഇലക്ട്രേറ്റ് പാടില്ല എന്നൊരു കാഴ്ചപ്പാടായിരുന്നു അംബേദ്കർക്കുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ഓരോ വിഭാഗങ്ങൾക്കും പ്രത്യേക ഇലക്ട്രേറ്റ് ഉണ്ടാക്കി ഒരു പൊതു രാഷ്ട്രത്തെ ഉണ്ടാക്കാൻ പറ്റില്ല, പലരും ഭിന്നിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു അംബേദ്കർ ആദ്യം പുലർത്തിയിരുന്നത്. പക്ഷേ അതിന് വട്ടമേശ സമ്മേളനത്തിൻ്റെ സമയമെത്തുമ്പോഴത്തേക്ക് അംബേദ്കറുടെ കാഴ്ചപ്പാടുകൾ മാറുകയും പ്രത്യേക ഇലക്ട്രേറ്റ് എന്ന് പറയുന്നത് ഒരു ദളിത് വിഭാഗത്തിൻ്റെ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷനിൽ ലഭിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് അംബേദ്കർ എത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മളിന്ന് വിലയിരുത്തുന്നത് അത് അത്ര ഒരു കാഴ്ചപ്പാടിൽ അല്ലാതെ അത്ര ഒരു ഇതുണ്ടാകുന്നത്, കമ്മ്യൂണൽ അവാർഡ് ഉണ്ടാകുന്നത് ഒരു ബ്രിട്ടീഷ് വിഭജനത്തിൻ്റെ തന്ത്രമാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അത് വേറൊരു വിഷയം. പക്ഷേ അംബേദ്കർ അതിനെ ഒരു ദളിത് വിമോചനത്തിൻ്റെ ഒരു വഴിയായിട്ടാണ് അന്ന് അതിനെ കണ്ടിരുന്നത്. പക്ഷേ അതേസമയം തന്നെ ഈ പൂന കരാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ ഗാന്ധി അർവാദ ജയിലിൽ കിടക്കുമ്പോൾ അവിടെ പോയി അംബേദ്കർ പോയി കാണുന്നു. അപ്പോൾ അംബേദ്കറും ഗാന്ധിയും തമ്മിലുള്ള സംസാരങ്ങൾ അതിലൂടെ ഈ പൂന കരാറിലേക്ക് എത്തുമ്പോഴത്തേക്ക് അംബേദ്കർ പറഞ്ഞത് ഗാന്ധിജി എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ, ഇത്രയും ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു ഗാന്ധി എന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നതെന്നാണ് ഈ പൂന കരാറിൻ്റെ സമയത്ത് അംബേദ്കർ പറയുന്നത്. അപ്പോൾ അത് വളരെ സന്തോഷത്തോടുള്ള പ്രതികരണങ്ങളാണ്. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളിലൊക്കെ വളരെ കൂടുതൽ സീറ്റുകളാണ് സംവരണ സീറ്റുകളായിട്ട് ദളിത് വിഭാഗങ്ങൾക്ക് ലഭിച്ചത്. അത് ഗാന്ധിയുടെ ഒരു നിർബന്ധം കൊണ്ടുകൂടിയാണ്. അപ്പോൾ അതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് അംബേദ്കർ എന്ന് പറയുന്നത്. അതിനുശേഷം ഏതാണ്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് പുറയിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഈ പൂന കരാർ എന്ന് പറയുന്ന ഒരു വലിയ ദളിതർക്കെതിരായിട്ടുള്ളൊരു സമീപനമായിരുന്നു എന്നുള്ളൊരു നിലപാടിലേക്കൊക്കെ അംബേദ്കർ എത്തുന്നത്. എനിക്ക് തോന്നുന്നത് ആ സമയമാകുമ്പോഴത്തേക്ക് 36 ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നടന്ന പൊതു തിരഞ്ഞെടുപ്പുകളിൽ ഈ കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള വിജയം നേടുകയും അംബേദ്കർ പ്രതിനിധീകരിക്കുന്ന സമൂഹത്തിൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളോട് പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തെ സൃഷ്ടിച്ചത് പൂന കരാറാണെന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പൂന കരാറിനെതിരെയുള്ള അംബേദ്കറുടെ പിൽക്കാല വിമർശനങ്ങൾ എത്ര രൂക്ഷമായി വരുന്നതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പൂന കരാറിനെ അതിൻ്റെ ടോട്ടാലിറ്റിയിൽ വേണം കാണാൻ. 1930 വെച്ച് മാത്രം കണ്ടപ്പോൾ 1857 ഇവിടുത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടായപ്പോൾ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കൊണ്ട് മാത്രം ഇവിടെ ഭരിക്കാൻ സാധിക്കത്തില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഇന്ത്യയിലെ ജനങ്ങളുടെ സഹകരണം വേണമെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ 1861 മുതൽ ഇന്ത്യയിലെ വിവിധ പ്രൊവിൻസുകളിൽ മദ്രാസ്, ബോംബെ, കൽക്കട്ട കേന്ദ്രത്തിലും പാർലമെൻറ്റും അസംബ്ലികളും ഉണ്ടായി. 5 പേര്, 10 പേര്, 15 പേര്, ഇങ്ങനെ 1935 ആയപ്പോഴേക്ക് 350 പേരുള്ള സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും നിയമസഭകളും രൂപപ്പെട്ടു. ഈ 1890 മുതൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ആശയമാണ് ഈ അസംബ്ലികളിൽ, നിയമസഭകളിലും കേന്ദ്ര ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലും ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് ജയിച്ചു വരാൻ പറ്റത്തില്ല. ഇപ്പം ഞങ്ങളുടെ പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആൾ നിന്ന് ജയിക്കത്തില്ല. ഇവിടുത്തെ ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അന്നു മുതലേ ഈ രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾ ഉയർത്തിവെച്ചൊരു പ്രത്യേകമായിട്ടുള്ള മുദ്രാവാക്യമാണ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന് പറയുന്നത്. ക്രിസ്ത്യൻസ് ഒരു ചെറിയ കമ്മ്യൂണിറ്റിയാണ്, അവർക്ക് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കൊടുത്തു. അവർ മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലി 4 MLA വന്നു. മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കൊടുത്തു. പിന്നീട് അംബേദ്കർ തന്നെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി രൂപപ്പെടുത്തിയപ്പോൾ ക്രിസ്ത്യൻസ് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ പൊതുമണ്ഡലത്തിൽ നിന്ന് ജയിച്ചോളാം. മുസ്ലിംസ് പറഞ്ഞു ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് വേണ്ട, ഞങ്ങൾ പൊതുമണ്ഡലത്തിൽ നിന്ന് ജയിച്ചോളാം. പക്ഷേ ഇവിടുത്തെ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ ജയിക്കത്തില്ല. അതുകൊണ്ടാണ് 1930 അംബേദ്കർ സെപ്പറേറ്റ് ഇലക്ട്രേറ്റുകൾ വേണം, പാർലമെൻറ്റിലെ നിയമസഭകളിലും സംവരണ മണ്ഡലങ്ങളിലൂടെ മാത്രമേ ഇവിടുത്തെ ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വരാൻ കഴിയൂ എന്ന് ശഠിച്ചത്. എന്നാൽ ഗാന്ധിജി ഇവിടെ വിനോദ് പറഞ്ഞ പോലെ, ബോബി പറഞ്ഞ പോലെയും ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കുന്നതിനുള്ള ഒരു രാഷ്ട്രതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് അതിനെ കണ്ടത്. അതുകൊണ്ടാണ് ഈ പൂന പാക്റ്റിനെതിരെ ഗാന്ധിജി ഉപവാസം കിടന്നു. അദ്ദേഹം മരിക്കാറായി, ദേഹമെല്ലാം തൊലിയെല്ലാം ചുക്കിച്ചുളിഞ്ഞു, വെള്ളം കുടിക്കത്തില്ല,
ഒരു ശകലവും വെള്ളം കുടിക്കത്തില്ല. 21-ാമത്തെ ദിവസം ഒടുവിൽ അംബേദ്കർ ഗാന്ധിജിയെ ചെന്ന് കാണുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ആ ഒരു ഒത്തുതീർപ്പ് ഈ സംവരണത്തെ സംബന്ധിച്ച് ഉണ്ടായത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിലെ വലിയ അധ്യായങ്ങളാണ്. അത് പരസ്പര വിരുദ്ധമല്ല. അത് ബോബി പറഞ്ഞത് ശരിയാണ്, പരസ്പര വിരുദ്ധമല്ല. ഇത് അടിച്ചമർത്തപ്പെട്ട ജനതയുടെ ശബ്ദത്തെ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മാർഗങ്ങളാണ് രണ്ടു കൂട്ടരും ആഗ്രഹിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വീണ്ടും ഈ പൂന കരാറിനെ മുൻനിർത്തിയാണ് ഗാന്ധി ഒരു ചാതുർവർണ്ണ്യവാദിയാണ്. ചാതുർവർണ്ണ്യ വ്യവസ്ഥ ശക്തമാക്കി നിർത്താൻ ഹിന്ദുയിസം കെട്ടിയേൽപ്പിച്ച ഒരു പ്രതീകമാണ് ഗാന്ധി എന്നുള്ള ആരോപണങ്ങൾ പൂന കരാറിൻ്റെ പശ്ചാത്തലത്തിൽ അരുന്ധതി റോയ് ഉൾപ്പെടെയുള്ള ആളുകൾ, അരുന്ധതി റോയിയുടെ ഡോക്ടർ ആൻഡ് സെയിൻറ്റിൽ ഒക്കെ ഉൾപ്പെടെയുള്ള എഴുത്തുകളിലും, അതേപോലെ അരുന്ധതി റോയിയെ പിൻപറ്റിക്കൊണ്ട് പല അംബേദ്കറൈറ്റുകളും ആ ഒരു രീതിയിലുള്ള വാദം എടുക്കുന്നുണ്ട്. ഇപ്പം ഇന്നലെ ഗുഹ അക്കാര്യത്തെ പരാമർശിച്ചു പോവുകയുണ്ടായി. അദ്ദേഹം 1925 ഗാന്ധി 24 വൈക്കത്ത് വന്നപ്പോൾ 25 വന്നപ്പോൾ ഡയറിനോടാണ് സനാതനികളെ ഉപയോഗിച്ചത്. ഗാന്ധി അതിന് മുമ്പും അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ അധസ്ഥിത അസ്പൃശ്യരായ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചപ്പോൾ സനാതനികൾ ഉയർത്തിയുള്ള ഭീഷണിയെ ഉപമിച്ചുകൊണ്ട് അന്നും ഗാന്ധി പറയുന്നുണ്ട്, എനിക്ക് ഒരു യൂറോപ്യൻ പത്രപ്രവർത്തകനോട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ നാട്ടിൽ ഒരു ഹിറ്റ്ലറാണ് നിങ്ങൾ നേരിടുന്നതെങ്കിൽ ആ ഇതിൻ്റെയൊക്കെ ഫസ്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് അത് ഹിറ്റ്ലറെ നേരിടുന്ന കാര്യം പിൽക്കാലത്ത് പറയുന്നതാണ്. പക്ഷെ ആശ്രമത്തിൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചതിൻ്റെ പേരിൽ അക്കാലത്ത് തന്നെ ഗാന്ധി ജാലിയൻവാലാബാഗിന് ശേഷം നടക്കുന്ന ഒരു സംഭവത്തിൽ ക്യാപ്റ്റൻ ഡയറിനോട് സനാതനികൾ ഉപയോഗിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഗാന്ധി ചാതുർവർണ്ണ്യ വ്യവസ്ഥയുടെ സംരക്ഷകനാണ് എന്ന് ആരോപിക്കപ്പെടുമ്പോഴും യഥാർത്ഥത്തിൽ ഗാന്ധിക്ക് നേരെ ഉണ്ടായിട്ടുള്ള 48 ജനുവരി 30 മുമ്പുള്ള ആക്രമണങ്ങൾ മുഴുവൻ അത് സനാതനികളുടെ ഭാഗത്തു നിന്നാണെന്ന് ഗാന്ധി തിരിച്ചറിയുകയും അത് സനാതനികൾ എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഗാന്ധി അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അത്തരം ഒരു ചരിത്ര സംഭവങ്ങൾ, ചരിത്ര വസ്തുതകൾ ഉണ്ടായിരിക്കെ എന്തുകൊണ്ടായിരിക്കാം ഗാന്ധി ഇപ്പോഴും ചാതുർവർണ്ണ്യ സംരക്ഷകനാണ്, അല്ലെങ്കിൽ ഹിന്ദുമതത്തെ വർണ്ണവ്യവസ്ഥയിൽ അതിൻ്റെ ഒരു പുരോഗമന മുഖം നൽകിക്കൊണ്ട് ചാതുർവർണ്ണ വ്യവസ്ഥയും സനാതന മതത്തെയും ഉറപ്പിച്ചു നിർത്തുവാൻ ഉള്ള ഉപകരണമാണ് ഗാന്ധി എന്നുള്ള വിമർശനം ചില അംബേദ്കറേറ്റ് കോണുകളിൽ നിന്ന് ഉണ്ടാകുന്നത് എന്തുകൊണ്ടായിരിക്കാം ബോബി തോമസിൻ്റെ നിരീക്ഷണത്തിൽ? ഈ അരുന്ധതി റോയെ പോലുള്ളവർ ഗാന്ധി സാഹിത്യത്തിൻ്റെ വളരെ വിപുലമായ 100ഓളം വോളിയങ്ങളിൽ ഇങ്ങനെ കിടക്കുന്ന വിശാലമായ ഗാന്ധി സാഹിത്യത്തിൽ നിന്ന് ഏതാനും വരികൾ അവിടെ നിന്ന് ഇവിടുന്ന് എടുത്തിട്ട് ഒരു ഗാന്ധിക്കെതിരായിട്ടുള്ളൊരു കുറ്റപത്രം, അത് വളരെ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ഗാന്ധിജി കോൺട്രഡിക്ടറിയായ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജാതിയെപ്പറ്റി, വർണ്ണാശ്രമത്തെപ്പറ്റി, ഇതൊക്കെ തന്നെ പല പല കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അവസാന ഘട്ടം എത്തുമ്പോഴത്തേക്ക് ജാതി പോകണം എന്ന് പറയുന്ന ഒരു ഗാന്ധിയുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഗാന്ധികളുണ്ട്. അപ്പോൾ ഈ ഗാന്ധിയുടെ ഓരോ കാലഘട്ടത്തിലുള്ള പല പല ഒത്തിരി സാഹിത്യങ്ങളിൽ നിന്ന് ചില സാധനങ്ങൾ എടുത്തിട്ട് അരുന്ധതിയെ പോലുള്ള ആളുകൾ, അരുന്ധതി റോയെ പോലുള്ള ആളുകൾ ഇങ്ങനെ ഒരു ഗാന്ധി വിരുദ്ധമായ ഒരു ആശയം പ്രചരിപ്പിക്കാനായിട്ടുള്ള ശ്രമം ആണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഗാന്ധി ഒരിക്കലും ഒരു ബനിയ വിഭാഗത്തിൽപ്പെട്ട ഗാന്ധി ഒരിക്കലും ജാതി ആവശ്യപ്പെട്ട തൊഴിൽ ചെയ്തിട്ടുള്ള ഒരാളല്ല. തോട്ടകളെ പോലെ ഉള്ള പണികളെടുത്ത ഒരു മനുഷ്യനാണ്. എല്ലാ ജാതി നിയമങ്ങളും സ്വന്തം ജീവിതത്തിൽ ലംഘിച്ച ഒരാളാണ്. അന്ന് എല്ലാവരും വലിയൊരു പ്രശ്നമായി കരുതുമ്പോഴും ഒരു ദളിത് പെൺകുട്ടിയെ സ്വന്തം ആശ്രമത്തിൽ കൊണ്ട് താമസിപ്പിച്ചപ്പോൾ എല്ലാ വിഭാഗത്തിനും ഭാര്യയിൽ കസ്തൂർബായിൽ നിന്ന് പോലും വളരെ ശക്തമായ പ്രതിഷേധം, എല്ലാവരിൽ നിന്ന് പ്രതിഷേധം ഉണ്ടായപ്പോഴും അതിനെ വകവെക്കാതെ അത്തരം കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ ജാതി നിയമങ്ങളെല്ലാം ഓരോ നിമിഷവും ലംഘിച്ചുകൊണ്ടിരുന്ന ഒരാളായിരിക്കുമ്പോൾ തന്നെ ഗാന്ധിജി ഈ സവർണ അവർണ യുദ്ധത്തിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാകാതെ എല്ലാവരെയും ഒരുമിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. അതിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ യർവാദ ജയിലിൽ അംബേദ്കറുടെ ഈ
കമ്മ്യൂണൽ റിസർവേഷൻ എന്ന് പറഞ്ഞ അവാർഡ് ഇതിനെതിരായിട്ടുള്ള പിന്നെ സത്യാഗ്രഹം നടക്കുമ്പോൾ നെഹ്റുവിനെ പോലുള്ള ആളുകൾ പോലും അത്ഭുതപ്പെട്ടു പോയി. എന്താണ് ഇങ്ങനെ ഗാന്ധിജി ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി സത്യാഗ്രഹം ഇരിക്കുന്നത്? പക്ഷേ അതേസമയം തന്നെ അതേ നെഹ്റു തന്നെ പിന്നെ തിരിച്ചു പറയുന്നുണ്ട്. കാരണം ഈ ഗാന്ധിയുടെ ഈ സത്യാഗ്രഹം കഴിയുന്നതോടുകൂടി തന്നെ 100 കണക്കിന് സ്ഥലങ്ങളിൽ പിന്നെ ദളിതർക്ക് പിന്നെ ക്ഷേത്രങ്ങൾ തുറന്നു കൊടുക്കുന്നു, പിന്നെ കുളങ്ങൾ ദളിതർക്ക് വേണ്ടി അല്ലെങ്കിൽ കീഴാള ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നു. അങ്ങനെ സവർണരായ പല ജനവിഭാഗങ്ങളും പല സ്ഥലങ്ങളിൽ നിന്നും സ്വയം മുമ്പോട്ട് വന്നിട്ട് വലിയ രീതിയിലുള്ള ഒരു ഇതാണ് കണ്ടത്. അപ്പോൾ ഇത് കണ്ടിട്ട് നെഹ്റു തന്നെ അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെയാണ് ഒരു ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ മാനസിക പരിവർത്തനത്തിന് കാരണമാകുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ അംബേദ്കറുടെ ഇടപെടലുകൾ നിശ്ചയമായിട്ടും ഗാന്ധിയെ സ്വാധീനിക്കുകയും ഗാന്ധിജിയുടെ പിൽക്കാല പ്രവർത്തനങ്ങളെല്ലാം തന്നെ അയിത്തവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഒരു ഊന്നൽ നൽകുന്നതിന് വലിയ രീതിയിൽ സ്വാധീനിക്കുകയും ചെയ്തു എന്നുള്ളതും ഒരു വാസ്തവം തന്നെയാണ്. ഇപ്പോൾ ഈ പൂന പാക്റ്റിന് ശേഷം ഗാന്ധി ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വിശാലമായ ഭൂപ്രദേശങ്ങളിലേക്ക് 10,000-കണക്കിന് കിലോമീറ്ററുകൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് അയിത്തത്തിനെതിരായിട്ട് ഓരോ ഗ്രാമങ്ങളെയും അവിടുത്തെ ജനങ്ങളെയും ഒക്കെ പിന്നെ അയിത്തം എന്ന് പറയുന്നത് ഹിന്ദുമതത്തിനുള്ളിലെ ഒരു കളങ്കമാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു വലിയ പര്യടനമാണ് നടത്തിയത്. അങ്ങനെ ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്ത്യ ചരിത്രത്തിൽ ഇത്രയേറെ ഒരു ജനവിഭാഗത്തിനിടയിൽ ഈ കളങ്കത്തെപ്പറ്റി ബോധ്യപ്പെടുത്തിയ ഒരാൾ നിശ്ചയമായിട്ടും അത് ഗാന്ധിജി തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. അതേസമയം തന്നെ ഗാന്ധിജിയുടെ ഈ ചിന്തകളിലെ പല കോൺട്രഡിക്ഷൻസ് ഉണ്ട്, അംബേദ്കറുടെ ചിന്തകളിൽ പല കോൺട്രഡിക്ഷൻസ് ഉണ്ട്. ഇതിൽ നിന്നെല്ലാം ചിലതൊക്കെ എടുത്തിട്ട് നമുക്ക് ഈ ചരിത്ര വ്യക്തിത്വങ്ങളെയൊക്കെ പല രീതിയിൽ ചിത്രീകരിക്കാൻ കഴിയും. അരുന്ധതി റോയ് ചെയ്തതും അത് തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഗാന്ധി അംബേദ്കർ ലോഹ്യ സംവാദത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തത്. എന്നാൽ ഗാന്ധി അംബേദ്കർ ലോഹ്യ പ്രത്യേകിച്ചും ഗാന്ധി അംബേദ്കർ സംവാദത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ അവരുടെ പിന്നെ വിനിമയങ്ങളിൽ അല്ലെങ്കിൽ ഗാന്ധിയും അംബേദ്കറുടെയും ചിന്തകളെ വ്യാഖ്യാനത്തിന് വിധേയമാക്കുമ്പോൾ വിശകലനം ചെയ്യുമ്പോൾ ജാതിയിൽ മാത്രം ഒതുക്കിയാണ് രണ്ടുപേരെയും നോക്കിക്കാണുന്നത്. എന്നാൽ അതിനപ്പുറത്ത് ഒരുപക്ഷെ ഒരു വേള ഗാന്ധി ജാതിക്കെതിരെ ഒന്നും പറഞ്ഞില്ല എന്ന് വിചാരിക്കും. അപ്പം അങ്ങനെയല്ല നമുക്കറിയാം. ഇനി ഒരു വേള വാദത്തിന് ഗാന്ധി ജാതിക്കെതിരായിട്ട് യാതൊരു പ്രവർത്തനത്തിലും യാതൊരു സംഭാവനയും നൽകിയില്ല എന്ന് വിചാരിക്കുക, കുറേ ഇമാജിനേഷൻ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വശം അവിടെ കിടക്കുകയാണ്. ഒരു എക്കണോമിക് പ്രോസസ്സ്, സാമ്പത്തികമായ തലം, ജീവിതത്തിൻ്റെ സമൂഹത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, അധികാരത്തിൻ്റെ ഘടന, വ്യവസായ വിപ്ലവാനന്തരം ഉണ്ടായിട്ടുള്ള വ്യവസായവൽക്കരണം ലോകത്തെമ്പാടും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ കൊളോണിയൽ കാലഘട്ടത്തിലും അതിനുശേഷവും ഉണ്ടായിട്ടുള്ള വ്യവസായവൽക്കരണം, ഇത് പിന്നെ ഗ്രാമാധിഷ്ഠിതമായിട്ടുള്ള മുൻകാല കൊളോണിയൽ പീരീഡിന് മുമ്പുള്ള ഗ്രാമാധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണവ്യവസ്ഥയും ഇതേപോലെ കേന്ദ്രീകൃതവുമായിട്ടുള്ള വ്യവസായ വിപ്ലവാനന്തര കാലഘട്ടത്തിലെ കേന്ദ്രീകൃതമായിട്ടുള്ള വ്യവസായവൽക്കരണത്തിൻ്റെയും പിന്നെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ അധികാരത്തിൻ്റെയും കേന്ദ്ര അധികാരത്തിൻ്റെയും ഒരു വിഷയത്തിൽ വരുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഗാന്ധിയെയും അംബേദ്കറെയും നമ്മൾ കാണേണ്ടതുണ്ടെന്ന് തോന്നുകയാണ്. കാരണം അംബേദ്കർ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഒരു ശക്തനായിട്ടുള്ള വക്താവാണ്. അത് പ്രത്യേകിച്ചും അദ്ദേഹം തുടക്കം മുതൽ ഒരുപക്ഷെ അവസാന കാലത്ത് ആ തലത്തിലുണ്ടായിട്ടുള്ള മാറ്റത്തിലേക്ക് കൂടി പറയാം. എന്നാലും അംബേദ്കറെ ഇപ്പോഴുും അംബേദ്കറേറ്റുകൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഒരു വക്താവ് എന്ന രീതിയിലും ഇൻഡസ്ട്രിയലൈസേഷനാണ് ജാതിയെ തകർക്കാൻ പറ്റിയ ഒരു ഉപകരണം എന്നും ചില അംബേദ്കറേറ്റുകളുടെ ഭാഗത്തുനിന്ന് വാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ ജാതിയെ തകർക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് അംബേദ്കറേറ്റ്. അതേസമയത്ത് ഈ ഇൻഡസ്ട്രിയലൈസേഷൻ പാർശ്വവൽകൃത ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ദളിത്, പിന്നോക്ക, ആദിവാസി ജനസമൂഹങ്ങളിലെ പാർശ്വവൽകൃതരായിട്ടുള്ള ജനങ്ങളെ നേരത്തെ അവർക്ക് സ്വന്തമായിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടായിരുന്ന പാർശ്വവൽകൃതമായ ജനസമൂഹങ്ങളുടെ തിരസ്കരണം ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുമ്പോൾ
അവിടെ അവരൊരു എക്കണോമിക് ഡിസെംപവർമെൻറ്റ് എന്ന് പറയാവുന്ന രീതിയിൽ കൊളോണിയലിസം ഈ ആദിവാസി, ദളിത്, അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളെ ഒരു എക്കണോമിക്കലി ഡിസംപവർ ചെയ്യുന്നില്ലേ? ആ ഡിസംപവർ ചെയ്യുന്ന ഒരു അവസ്ഥയെ ഗാന്ധി ഗ്രാമസ്വരാജ് എന്ന സങ്കല്പത്തിലൂടെ അതിനെ എംപവർ ചെയ്യാനും ആ എംപവർമെൻറ്റിനെ ആധുനിക കാലത്ത് ഗാന്ധി അതിനെക്കുറിച്ച് ആ രീതിയിൽ ആലോചിച്ചിട്ടില്ല എങ്കിൽ പോലും, കാരണം അദ്ദേഹം അപ്പോഴത്തേക്ക് അത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും കൊല്ലപ്പെടുന്നുണ്ട്. അപ്പം അല്ലെങ്കിൽ പോലും അതിനെ ആധുനിക കാലഘട്ടത്തിൽ ഈ രണ്ട് വിഷയങ്ങളെയും ഗ്രാമസ്വരാജ്, ഗ്രാമവ്യവസ്ഥ, അല്ലെങ്കിൽ എല്ലാ വിഭാഗങ്ങൾക്കും സ്വന്തമായി ഉൽപ്പാദന ഉപകരണങ്ങളുള്ള ആളുകളുടെ ഒരു സഞ്ചയം, ഉൽപ്പാദന വ്യവസ്ഥയുടെ സഞ്ചയം എന്നുള്ള രീതിയിൽ ഒരു വശത്തും ഇതിനൊക്കെ തിരസ്കരിച്ചുകൊണ്ട്, ഇതിനൊക്കെ റദ്ദ് ചെയ്തുകൊണ്ട്, ഇതിനൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന ക്യാപിറ്റലിസ്റ്റുകളുടെ കയ്യിൽ, മുതലാളിത്തവാദികളുടെ ഏതാനും മുതലാളിമാരുടെ കയ്യിൽ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ കയ്യിൽ ഉണ്ടാകുന്ന ഏറ്റവും കേന്ദ്രീകൃതമായിട്ടുള്ള, ഇവർക്ക് യാതൊരു പങ്കാളിത്തവും ഇല്ലാത്ത ഒരു ഉൽപ്പാദന വ്യവസ്ഥയും തമ്മിലുള്ള സംഘർഷത്തിൽ, ആ സംഘർഷത്തെയും നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ജാതി ഈ നശീകരണം, ഇപ്പോൾ അംബേദ്കർ ആയാലും ഗാന്ധി ആയാലും ജാതി നശീകരണം, ജാതി പോകണമെന്ന് ഗാന്ധി അവസാന കാലഘട്ടത്തിൽ പറയുകയും അംബേദ്കർ ജാതി നശീകരണത്തിന് വേണ്ടി, നിർമൂലനത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുകയും ചെയ്തയാളാണ്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയലൈസേഷൻ ഈ ജാതിയെ തകർക്കും. ജാതി അംബേദ്കർ വിചാരിച്ചിരുന്നത് പോലെ, ആദ്യകാലത്ത് വിചാരിച്ചിരുന്നത് പോലെ ഇപ്പോൾ അംബേദ്കറേറ്റുകൾ ആ വാദം ഉന്നയിച്ചുകൊണ്ട് അത് തുടർന്ന് വാദിക്കുന്നത് പോലെ ഈ ഇൻഡസ്ട്രിയലൈസേഷൻ യഥാർത്ഥത്തിൽ ഈ ജാതി വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുന്നതാണോ? അതല്ല. ഒരു ഘട്ടത്തിൽ അംബേദ്കർ തന്നെയും ഈ ഉൽപ്പാദന വ്യവസ്ഥയെ, കമ്മ്യൂണിസത്തെക്കുറിച്ച് പറയുമ്പോൾ ആണെങ്കിൽ പോലും ആ ഉൽപ്പാദന വ്യവസ്ഥയിൽ ജാതിയിലെ ഉന്നത ജാതിക്കാർ മേൽക്കൈ നേടും എന്ന് ഒരു നിരീക്ഷണം അംബേദ്കർ പിൽക്കാലത്ത് നടത്തുന്നുണ്ട്. അത് അദ്ദേഹത്തിനുള്ള മാറ്റമാണ്. അത് പരിഗണിക്കാതെയാണ് അംബേദ്കർ കാര്യങ്ങൾ പറയുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ ഇൻഡസ്ട്രിയലൈസേഷൻ ജാതിയെ ഇവർ വിചാരിക്കുന്ന പോലെ, അംബേദ്കറുകൾ വാദിക്കുന്ന പോലെ തകർക്കുകയാണോ ചെയ്യുന്നത്? അതല്ല, അതിൻ്റെ ചില മുഖങ്ങളെ അപ്രത്യക്ഷമാക്കി നിർത്തിക്കൊണ്ട്, തിരശ്ശീലക്ക് പിന്നിലാക്കിക്കൊണ്ട് ജാതിയെ ശക്തിപ്പെടുത്തുകയാണോ ചെയ്യുന്നത് എന്ന് കൊളോണിയൽ കാലഘട്ടത്തിന് ശേഷമുള്ള ഇന്ത്യയെ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണത് വായിച്ചെടുക്കാൻ കഴിയുക? ആദ്യം വർഗീസ് ജോർജ് സാറ് പറയും, അതിനുശേഷം വർഗീസ് ജോർജ് സാറിന് പോകേണ്ടതുണ്ട്. ഈ ചോദ്യം കഴിഞ്ഞാൽ എനിക്ക് പോകേണ്ടതുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യം പറയുന്നത്. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു തിയറിയുണ്ട്. ഒരു വലിയ മെഷീന് മുമ്പിൽ നിൽക്കുന്ന, ഒരു കാർ ഫാക്ടറിയിൽ നിൽക്കുന്ന വിവിധ ജാതിയിൽപ്പെട്ടവർ, മതത്തിൽപ്പെട്ടവർ, അവർ പക്ഷേ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഒന്ന് തന്നെയാണ്. കൂടുതൽ ബോണസ് വേണം, ജോലി സമയം കുറച്ച് കൊടുക്കണം, നല്ല ജോലി അന്തരീക്ഷം വേണം, ശമ്പളം വർദ്ധിപ്പിക്കണം. അവർ വെക്കുന്നത് ഇക്കണോമിക് സ്ലോഗൻസാണ്. ആ ഇക്കണോമിക് സ്ലോഗൻസിൻ്റെ പേരിൽ അവരെല്ലാം സമരങ്ങളിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഉള്ള സാമ്പത്തികമായിട്ടുള്ള സമരങ്ങളിലൂടെ പൊതുവായ മുദ്രാവാക്യം വെച്ച് കഴിയുമ്പോൾ തങ്ങൾ ചാക്കോയും ജോസഫും മുഹമ്മദും അല്ലെങ്കിൽ ജാതിയിൽപ്പെട്ടവരുമാണെന്നുള്ള ആ വ്യത്യാസങ്ങളൊക്കെ അവർ മറന്നത് ഒരു ക്ലാസ് എന്ന് പറയുന്ന ഒരു വർഗ നിലയിലേക്ക് വരും എന്നുള്ളതായിരുന്നു ഒരു തിയറി. എന്നാൽ മറ്റ് സാമൂഹ്യ വ്യവസ്ഥകളെ പോലല്ല ഇവിടെ ജാതി എന്ന് പറയുന്നത്. ലോകത്തൊരിടത്തും ഇങ്ങനൊരു സമ്പ്രദായമില്ല. ഒരു ജാതിയിൽ ജനിച്ചാൽ ആ ജാതിയിൽ വളരണം, ആ ജാതിയിൽ മരിച്ചു കൊള്ളണം. നിങ്ങൾക്ക് മതം മാറാം. മാധവിക്കുട്ടി മാറിയതുപോലെ നിങ്ങൾക്ക് ഇസ്ലാം മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിലേക്ക് മാറാം. പക്ഷേ നിങ്ങൾക്ക് ജാതി മാറാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് സാമ്പത്തികമായിട്ടും വ്യവസായവൽക്കരണത്തിലൂടെയും എത്ര പുരോഗതി നേടിയാലും ഈ ജാതി വ്യവസ്ഥയിൽ നിന്ന് അങ്ങനെ വ്യവസായവൽക്കരണത്തിലൂടെയും മുതലാളിത്തവൽക്കരണത്തിലൂടെയും മോചനം നേടാൻ കഴിയില്ല. അതുകൊണ്ടാണ് അംബേദ്കറിസ്റ്റുകളും ദളിത് ആക്ടിവിസ്റ്റുകളും ആഗോളവൽക്കരണത്തെ അനുകൂലിക്കുന്നത്. ആഗോളവൽക്കരണത്തിൻ്റെ തുടക്കം മുതൽ അവരിതിനെ അനുകൂലിക്കുന്നുണ്ട്. കാരണം വ്യവസായങ്ങൾ വരട്ടെ, ജാതി വ്യവസ്ഥ മാറും എന്നുള്ള ഒരു നിലയിലാണ് അവരതിനെ സ്വീകരിക്കുന്നത്. പക്ഷേ ഒരിക്കലും ആ നിലയിൽ മുതലാളിത്ത വളർച്ച മൂലം ജാതി വ്യവസ്ഥ ഇല്ലാതാവും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജാതി കോമരങ്ങളുള്ളത് എവിടെയാണ്? ഗുജറാത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ജാതിയുടെ പേരിൽ. രാജസ്ഥാനിൽ, ഗുജറാത്താണ് ഏറ്റവും ഇൻഡസ്ട്രിയലായിട്ടുള്ള നമ്മുടെ രാജ്യത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ
ഇന്ത്യയിൽ 13 സ്റ്റേറ്റുകളിൽ ജാതി പീഡനം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗുജറാത്ത്. അപ്പോൾ സി അച്യുതമേനോൻ മരിക്കുന്നതിന് മുമ്പ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. ആ ലേഖനം പിന്നീട് KBK വാര്യർ എഡിറ്റ് ചെയ്ത് അച്യുതമേനോൻ്റെ 33 കത്തുകൾ എന്നുള്ള പുസ്തകത്തിൽ സമാഹരിച്ചിട്ടുണ്ട്. ഈ ലേഖനത്തിൽ അച്യുതമേനോൻ പറയുന്നത് നമ്മൾ കമ്മ്യൂണിസ്റ്റുകൾ പാശ്ചാത്യ സോഷ്യലിസത്തിന് പിന്നാലെയാണ് പോയത്. നമ്മൾ ഗാന്ധിജി, അംബേദ്കർ, ലോഹിയ ഇവരെ നമ്മൾ കണ്ടില്ല. ഇവർ ജാതിയെ അഭിസംബോധന ചെയ്തു, ജാതിക്കെതിരായ പോരാട്ടങ്ങൾ നടത്തി. അതുകൊണ്ടാണ് ആ പ്രസ്ഥാനങ്ങൾ ആര്യാവർത്തത്തിൽ വലിയ ജാതിവിരുദ്ധ പ്രസ്ഥാനങ്ങളായിട്ട് മാറിയത്. പക്ഷേ നമ്മൾ ക്ലാസ്സിലാണ് ഈ പറയുന്ന പോലെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള പോരാട്ടത്തിലൂടെ നീതി ഉണ്ടാവും എന്നാണ് നമ്മൾ കരുതിയത്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് CPI മണ്ഡൽ കമ്മീഷനെ അനുകൂലിക്കുകയും പിന്നീട് CPM അതിനെ എതിർക്കാതിരിക്കുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് മുതലാളിത്തവൽക്കരണത്തിലൂടെ ജാതി ഇല്ലാതാകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ എല്ലാവരും അത് സാധിക്കത്തില്ല. ജാതിക്കെതിരായ പോരാട്ടം വേറെ തലത്തിലാണ് ആവശ്യമെന്ന് സമ്മതിക്കുന്നുണ്ട്. രണ്ടാമത് വിനോദ് ചോദിച്ചത് ഗ്രാമസ്വരാജിനെ കുറിച്ചാണ്. ഗാന്ധിജിയുടെ സങ്കല്പത്തിലെ ഗ്രാമസ്വരാജ് ഇവിടുത്തെ ജാതി വ്യവസ്ഥയും ഇവിടുത്തെ ഫ്യൂഡൽ വ്യവസ്ഥയും എല്ലാം കെട്ടുപിടഞ്ഞ് കിടക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഫോർ ദ കോമൺ ഗുഡ്, എങ്ങനെയാണ് എല്ലാവർക്കും നീതിയും ഐശ്വര്യവും സമാധാനവും സംതൃപ്തിയുള്ളൊരു സമൂഹം ഉണ്ടാകുന്നത്? അത് യൂറോപ്യൻ മാതൃകയിലുള്ള കേന്ദ്രീകൃതമായിട്ടുള്ള പ്ലാനിങ് കൊണ്ടൊന്നും നടക്കത്തില്ല. ഓരോ ഗ്രാമവും സ്വയം പര്യാപ്തമാകണം. ഓരോ ഗ്രാമവും ചുരുങ്ങി ചുരുങ്ങി ചെറിയ ചെറിയ സർക്കിൾസായിട്ട് ഇങ്ങനെ മേപ്പോട്ട് വന്ന് അതിൽ തന്നെ സ്വയം പര്യാപ്തമാകണം. പക്ഷേ അവിടെ ഗാന്ധിജി നിർദ്ദേശിക്കുന്ന പൊതു ഉടമസ്ഥതയാണ്. ഭൂമിയുടെ പൊതു ഉടമസ്ഥത ഉണ്ടാവണം. അവിടെ കളിക്കാൻ പൊതുസ്ഥലം വേണം, പൊതു തിയേറ്റർ വേണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം. അങ്ങനെ ഗാന്ധിജി ലാൻഡ് ഓണർഷിപ്പിനെ ചോദ്യം ചെയ്തു. അവിടെ മാത്രമേ ഈ ഗ്രാമസ്വരാജ് ഒരു നീതി സമൂഹത്തിൻ്റെ പര്യായമായിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഇപ്പോഴെന്താ, നമ്മൾ ഗ്രാമസ്വരാജ് എന്ന് പറയും, പക്ഷേ ഗ്രാമത്തിലെ ഭൂമി മുഴുവൻ ഓൺ ചെയ്യുന്ന ആരാണ്? ഞങ്ങൾ ബീഹാറിൽ പോയപ്പോൾ 4000-5000 ഏക്കർ ഭൂമിയാണ് ഇപ്പോൾ ഓരോരുത്തർ കൈവശം വെച്ചുകൊണ്ടിരിക്കും. നമ്മൾ സോഷ്യലിസ്റ്റുകൾ ഭരിച്ച സ്ഥലമാണ്. 1967 മുതൽ ഇതുവരെ ഭൂപരിഷ്കരണം നടപ്പാക്കിയിട്ടില്ല. ബന്ദോപാധ്യായ കമ്മീഷൻ എടുത്ത് ദൂരെ കളഞ്ഞു. ദ ക്വസ്റ്റ്യൻ ഈസ് ഹൂ ഓൺസ് ദ ലാൻഡ്? ഓണർഷിപ്പ് ആരുടേതാണ്? ഓണർഷിപ്പ് ഒന്നുകിൽ പൊതു ഉടമസ്ഥതയിലോ കളക്റ്റീവോ ഒരുമിച്ചോ ആക്കാതെ നമ്മൾ ഗ്രാമസ്വരാജിലൂടെ സ്വയം പര്യാപ്തം എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ ഇക്കണോമിക് ഫ്യൂഡൽ ആധിപത്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെയാണ് ഒരു ഗാന്ധിയൻ ക്രിട്ടിക് നമ്മൾ വെക്കേണ്ടത്. ഗാന്ധിജി പറഞ്ഞ് ശരിയാണ്, പക്ഷേ നടപ്പാക്കാൻ ഗാന്ധി ശിഷ്യന്മാരായ നമ്മുടെ ഭരണാധികാരികൾക്ക് സാധിച്ചില്ല. എന്നെ പോകാൻ അനുവദിക്കണം. 5:40 ട്രെയിൻ. എനിക്ക് തോന്നുന്നു സാറ് പോയതിന് ശേഷം താങ്കൾക്ക് അതിനോട് പ്രതികരിക്കുകയും പിന്നീട് നമ്മുടെ സംവാദം കുറച്ച് സമയം കൂടി കൊണ്ടുപോകാൻ തോന്നുന്നു. അപ്പം വർഗീസ് ജോർജ് സാറിനെ പോകാൻ വേണ്ടി അല്ല പോലെ പ്രൊഫസർ ഡോക്ടർ വർഗീസ് ജോർജ് മാന്യ വ്യക്തിയെ ആദരിക്കാനായി ശ്രീ P. രമേശ് ബാബുവിനെ സാദരം ക്ഷണിക്കുന്നു. പ്രഭാഷകനും സോഷ്യലിസ്റ്റ് നേതാവും ഗ്രന്ഥകർത്താവും സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗവുമായ പ്രൊഫസർ വർഗീസ് ജോർജ് ഗാന്ധി, അംബേദ്കർ, ലോഹ്യ എന്നീ വിഷയങ്ങളെക്കുറിച്ച് നമ്മോട് സംവദിച്ചു. മാന്യ വ്യക്തിത്വത്തിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, ഗാന്ധി ഫെസ്റ്റിൻ്റെ പേരിൽ സ്നേഹ അഭിവാദ്യങ്ങൾ. നന്ദി സർ. सीताराम सीताराम भज प्यारे तू सीताराम 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 भज प्यारे तू सीताराम। ईश्वर सबको सन्मति दे भगवान। Over to moderator.
അപ്പോൾ നമ്മൾ അതിന് ബാക്കി തുടരുകയാണ്. വർഗീസ് ജോർജ് സാർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. ചോദ്യം ഇതായിരുന്നു: ഇൻഡസ്ട്രിയലൈസേഷൻ യഥാർത്ഥത്തിൽ ജാതി വ്യവസ്ഥ ദുർബലപ്പെടുത്തുവാൻ ഉള്ള ഒരു ഉപാധിയാണോ, അതേപോലെ ഗ്രാമസ്വരാജ് ഗ്രാമവ്യവസ്ഥ സമ്പദ് വ്യവസ്ഥ ജാതിയെ നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള ഒരു ഉപാധിയായിട്ട് അതിനെ വികസിപ്പിക്കാമോ, എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ചോദ്യത്തിൻ്റെ ഒരു കാതലായിട്ട് വന്നത്. അത് വർഗീസ് ജോർജ് സാർ അദ്ദേഹത്തെ അഭിപ്രായം പറഞ്ഞു. താങ്കൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളത്? വ്യവസായവൽക്കരണവുമായി ബന്ധപ്പെട്ടുള്ള ജാതിയുടെ പ്രശ്നങ്ങൾ വർഗീസ് സാർ അത് വ്യക്തമായിട്ട് തന്നെ അതിൻ്റെ മറുപടി പറഞ്ഞു. ഒരു ജാതി എന്നടഞ്ഞ സമൂഹത്തെ വ്യവസായവൽക്കരണം എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ഈ ഗാന്ധിയുടെ കാഴ്ചപ്പാടുകൾ നിശ്ചയമായിട്ടും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യവും അവൻ്റെ വിമോചനവുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചപ്പാടുകളുമായി ബന്ധപ്പെട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാഷ്ട്രത്തിൻ്റെ വിമോചനത്തോടൊപ്പം തന്നെ ഓരോ വ്യക്തിയുടെയും സ്വയം പര്യാപ്തതയും സ്വാശ്രയത്വവും അവൻ്റെ വിമോചനവും മുമ്പോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഗാന്ധിജി എപ്പോഴും ഇത്തരം കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ യന്ത്രങ്ങൾക്കെതിരായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ആധുനികവൽക്കരണത്തിനെതിരായിട്ടുള്ള ഒരാൾ എങ്ങനെ കേവലം ഇതിനെയൊക്കെ എതിർത്തിരുന്ന ഒരാളെന്നുള്ള ഒരു പ്രതിച്ഛായ ഗാന്ധിക്ക് ഉണ്ടെങ്കിൽ പോലും, പക്ഷേ ഗാന്ധിക്ക് അതിനപ്പുറത്തേക്ക് കാണാൻ കഴിയുന്ന ഒരാളായിരുന്നു എന്നുള്ള തന്നെയാണ് നമുക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗാന്ധിയുടെ ഇത്തരം ആശയങ്ങളിലെല്ലാം തന്നെ അതിൻ്റെ ഗാന്ധിജി പാരമ്പര്യത്തിൽ നിന്ന് അതിലേക്ക് നീളുന്ന ഒരു കാഴ്ചപ്പാട്, അതിൻ്റെ പ്രതീകങ്ങളെ ഒക്കെ തന്നെയാണ് ഓരോ സന്ദർഭങ്ങളിലും ഉയർത്തിക്കൊണ്ടുവന്നത്. ഇങ്ങനെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഹൃദയത്തിലേക്ക് അത്തരം പ്രതീകങ്ങളെയൊക്കെ കൊണ്ടിരുന്ന ഒരു ഗാന്ധിജിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ചർക്ക പോലത്തെയുള്ള പ്രതീകങ്ങൾ. നിശ്ചയമായിട്ടും ചർക്ക അന്നത്തെ പൊളിറ്റിക്കൽ എക്കോണമിയോടുള്ള ഗാന്ധിയുടെ ഒരു പ്രതികരണമായിരുന്നു. നിശ്ചയമായിട്ടും ഇന്ത്യയുടെ തുണി വ്യവസായത്തെ മുഴുവൻ തകർത്തുകൊണ്ട് അതിൻ്റെ നട്ടലൊടിച്ചുകൊണ്ട് മാഞ്ചസ്റ്ററിലൊക്കെ തന്നെ വ്യവസായ വിപ്ലവത്തിൻ്റെ ഈറ്റിനങ്ങൾ ഉണ്ടാവുകയും ഇവിടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് തൊഴിലാളികൾ തൊഴിൽ രഹിതരായി മാറുകയും പട്ടിണിയിലേക്കും ക്ഷാമത്തിലേക്കും രാജ്യത്തെ നയിക്കുകയും ചെയ്യുന്ന ഒരു കൊളോണിയൽ ചൂഷണത്തിൻ്റെ പ്രതീകമായിരുന്നു നിശ്ചയമായിട്ടും ചർക്ക. അതേസമയം തന്നെ അത് മനുഷ്യരെ സംബന്ധിച്ചുള്ള മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചുള്ള സമൂഹത്തെ സംബന്ധിച്ചുള്ള ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകളെ കൂടി പ്രതിഫലിക്കുന്നതായിരുന്നു. അതിൽ അദ്ദേഹം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ആ അന്തരമില്ലാതാവുന്ന ഒരു സമൂഹ അവസ്ഥ, അധ്വാനത്തിൻ്റെ ഒരു പ്രാധാന്യത്തിൻ്റെ പ്രശ്നം, അതോടൊപ്പം തന്നെ ചൂഷണമില്ലാത്തൊരു സമൂഹത്തിൻ്റെ സങ്കല്പം, അതോടൊപ്പം തന്നെ ആത്മശുദ്ധീകരണത്തിൻ്റെയും ആത്മശക്തിയുടെയും ഒക്കെ ഒരു സ്രോതസ്സ് എന്നൊക്കെയുള്ള നിലയിലാണ് ഗാന്ധിജി ചർക്കയെ ഇങ്ങനെ വലിയൊരു പ്രധാനപ്പെട്ട ഒരു പ്രതീകമായി കൊണ്ടുവന്നത്. പക്ഷേ പല കോണുകളിൽ നിന്ന് ഉള്ള വലിയ എതിർപ്പുകളാണ് ഗാന്ധിജിക്ക് നേരിടേണ്ടി വന്നത്. ഗാന്ധിജി ഒന്നും ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഒരു വീടിൻ്റെ തട്ടുംപുറത്ത് നിന്ന് ചർക്ക ഇങ്ങനെ കണ്ടെടുത്തുകൊണ്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഗാന്ധി കൊണ്ടുവരുമ്പോൾ പല രീതിയിലുള്ള ഈ പറഞ്ഞ പോലെ തന്നെ ഗാന്ധിയുടെ യുക്തി പല രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. പല കോണുകളിൽ ഗാന്ധി സംശയത്തോടുകൂടി വീക്ഷിക്കപ്പെട്ടു. ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടായത് ഗാന്ധിയെ ഏറ്റവും സ്നേഹിക്കുകയും ഏറ്റവും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന മഹാകവി ടാഗോറിൽ നിന്ന് തന്നെയായിരുന്നു. ടാഗോർ പറഞ്ഞത് ഈ ചർക്കയിൽ നൂറ്റുകൊണ്ട് നിങ്ങൾ സ്വരാജിലേക്ക് എത്താമെന്ന് പറയുന്ന ഒരു വിഡ്ഢിത്തമല്ലേ എന്നാണ് ടാഗോർ പറഞ്ഞത്. അതോടൊപ്പം തന്നെ വിദേശ വസ്ത്രങ്ങളൊക്കെ നശിപ്പിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു സാർവദേശീയ വാദത്തിന് എതിരാണെന്ന് ടാഗോർ പറഞ്ഞു. അങ്ങനെ ടാഗോറും ഗാന്ധിയും തമ്മിൽ വലിയ സംവാദങ്ങൾ നടക്കുകയും രണ്ടുപേരും തമ്മിൽ പരസ്പരം ബോധ്യപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ ആ സംവാദം അവസാനിക്കുകയും എങ്കിലും ഗാന്ധിജി തൻ്റെ അക്ഷീണമായ പ്രവർത്തനത്തിലൂടെ ഈ ചർക്കയുടെ ആ പ്രതീകത്തെ ഒരു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതുപോലെ തന്നെ ഈ ഗ്രാമസ്വരാജിൻ്റെ സർവോദയ സങ്കല്പങ്ങളെല്ലാം തന്നെ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൻ്റെയും മനുഷ്യർ തമ്മിലുള്ള ഒരു നീതിനിഷ്ഠമായ ചൂഷണരഹിതമായ ഒരു സമൂഹത്തിൻ്റെയും കാഴ്ചപ്പാടുകൾ തന്നെയായിരുന്നു ഗാന്ധിയുടെ ആ കാഴ്ചപ്പാടുകളിലെ അടിസ്ഥാനം. ഈ കാൽപ്പനികമായ രീതിയിൽ ഒരു വ്യവസ്ഥ അടഞ്ഞ സമൂഹമെന്ന നിലയിൽ സ്വയം പര്യാപ്ത ഗ്രാമങ്ങളെന്ന കാൽപ്പനിക വ്യവസ്ഥ എല്ലാ കാലത്തും നിലനിൽക്കും എന്ന് കരുതിയ ഒരാളല്ല ഗാന്ധിജി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഗാന്ധിജിക്ക് വരാനുള്ള മാറ്റങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിനപ്പുറത്തേക്കുള്ള മാറ്റങ്ങളും കാണാൻ കഴിയുന്ന ഒരാളായിരുന്നു നിശ്ചയമായിട്ടും ഗാന്ധി. നെഹ്റു ഏത് ദിശയിലേക്കാണ് ഈ രാജ്യത്തെ നയിക്കുക എന്നുള്ളത് കൃത്യമായ ബോധ്യം ഗാന്ധിജിക്കുണ്ടായിരുന്നു.
അപ്പോൾ പിന്നെ ജവഹർലാലുമായിട്ടുള്ള എൻ്റെ അഭിപ്രായ ഭിന്നതകൾ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, അത് വളരെ പ്രസിദ്ധമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നെഹ്റുവിനെ തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ പിന്നെ ഗാന്ധിജിക്ക് മുമ്പിൽ പല ചോയ്സുകളും ഉണ്ടായിരുന്നു. കുറേ യാഥാസ്ഥിതികമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മതാത്മകമായി ചിന്തിക്കുന്ന ആളുകൾ, സനാതനത്വത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളുകൾ, അങ്ങനെ പല ചോയ്സുകളുണ്ടായിട്ട് ഗാന്ധിജിക്ക് അതിലൊരു സംശയമേ ഉണ്ടായിരുന്നില്ല. ആധുനികനും യുക്തിപരമായി ചിന്തിക്കുകയും അതേസമയം തന്നെ പിന്നെ ഏതാണ്ടൊരു ദൈവനിരാസത്തിലേക്ക് വ്യക്തിപരമായിട്ടൊരു മതനിരാസത്തിലേക്ക് പോലും ചിന്തിക്കുകയും ചെയ്യുന്ന നെഹ്റുവിനെ രാഷ്ട്രീയ പിൻഗാമിയായി നിയമിക്കുന്നതിലൂടെ എനിക്ക് തോന്നിയിട്ടുള്ളത്, താൻ സൃഷ്ടിച്ചു എന്ന് പറയപ്പെടുന്ന ഈ ഉട്ടോപ്പികളെയൊക്കെ തന്നെ അതിൻ്റെ ഒന്നും തടവുകാരനല്ല താൻ എന്നുകൂടി നമ്മളെ ബോധ്യപ്പെടുത്താൻ കൂടിയുള്ളൊരു പ്രഖ്യാപനം പോലെയാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ഗാന്ധിയുടെ ഈ കാഴ്ചപ്പാടുകളിലെല്ലാം തന്നെ നമ്മളിപ്പോൾ കേവലമായ രീതിയിൽ അതിനെ കാണാതെ ഗാന്ധിജിയുടെ സാമൂഹ്യ ദർശനം, മനുഷ്യ ദർശനം, അതാണ് അതിനകത്ത് എല്ലാം അന്തർലീനമായിട്ടുള്ള ഘടകം. ഒരു ചൂഷണരഹിതമായ, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ചൂഷണങ്ങൾ അവസാനിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയെപ്പറ്റിയുള്ള സ്വപ്നം, അത് രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യം മാത്രമല്ല, വ്യക്തിയുടെ സ്വാതന്ത്ര്യവും വളരെ പ്രധാനപ്പെട്ട ഒന്നായി കണ്ടുകൊണ്ടുള്ള ഗാന്ധിയുടെ കാഴ്ചപ്പാടുകളുടെ ഒരു പ്രഖ്യാപനം കൂടിയാണ് അത് ഞാൻ കരുതുന്നു. അതാണ് ഗാന്ധിയുടെ ഒരു ടോട്ടാലിറ്റിയിൽ യന്ത്രത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ. നെഹ്റുവുമായിട്ടുള്ള പല സംവാദങ്ങളും ഉണ്ട്, കത്തിടപാടുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പല കത്തുകളും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നെഹ്റുവായിട്ടുള്ളൊരു സംവാദത്തിൽ, ഒരു കത്തിൽ ഗാന്ധി പറയുന്നത് ഈ പിന്നെ ആധുനികമായിട്ടുള്ള ഈ പിന്നെ വികസന സങ്കല്പത്തോടുള്ള പ്രശ്നമല്ല, ആധുനിക ശാസ്ത്രത്തോടുള്ള ഒരു നിരാസത്തിൻ്റെ പ്രശ്നമല്ല, മറിച്ച് ആധുനിക ശാസ്ത്രം എന്ന് പറയുന്നത് ഏത് രീതിയിലാണ്, അതിൻ്റെ സ്വഭാവം എന്താണ്, അതിൻ്റെ സാമൂഹിക ധർമ്മം എന്താണ് എന്നുള്ളതാണ് പ്രധാന പ്രശ്നമെന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ സാമൂഹിക ധർമ്മം നിശ്ചയമായിട്ടും ഒരു മൂലധന കേന്ദ്രീകൃതമായ, രാഷ്ട്രീയ അധികാര കേന്ദ്രീകൃതമായ ഒരാൾ മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സാമൂഹിക സാഹചര്യം ഗാന്ധിജിയുടെ സ്വപ്നങ്ങളുടെ നിഷേധമായിരുന്നു. നിശ്ചയമായിട്ടും ഗാന്ധിയുടെ ഈ കാഴ്ചപ്പാടുകളിലെല്ലാം ആ ഒരു പിന്നെ ദർശനം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നമ്മുടെ സംവാദത്തിൻ്റെ അവസാനത്തെ ചോദ്യം എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മൾ ആദ്യം നേരത്തെ സാറിന് പോകുന്നതുകൊണ്ടാണ് നമ്മൾ എക്കണോമിക് ഇതിലേക്ക് കടന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ഗാന്ധി ജാതിയെ എതിർത്തു, വളരെ ആത്മാർത്ഥമായി തന്നെ ഗാന്ധി ജാതിക്കെതിരായിരുന്നു, അതിൻ്റെ എല്ലാ നിയമങ്ങൾക്കെതിരായിരുന്നു. അംബേദ്കർ രൂക്ഷമായ, ഗാന്ധി കുറെ കൂടി പിന്നെ ധാർമ്മികമായിട്ടുള്ളൊരു വ്യക്തി എന്ന രീതിയിൽ പ്രതികരിക്കുമ്പോൾ അംബേദ്കർ കുറെ രൂക്ഷമായ ഭാഷയിലാണ് ജാതി വ്യവസ്ഥയോട് പ്രതികരിച്ചത്. അപ്പോൾ ഗാന്ധിയെ പോലുള്ള ഉന്നത ജാതിയിൽപ്പെട്ട ആളുകൾ ജാതിയെ നിരാകരിക്കുമ്പോൾ പൊതുസമൂഹം കാണുന്നതും, ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ജാതിക്കെതിരായിട്ട് നടത്തുന്ന പോരാട്ടത്തെ അല്ലെങ്കിൽ ജാതിക്കെതിരായി വർത്തിക്കുന്ന നിലപാടുകളെ പൊതുസമൂഹം കാണുന്നു രണ്ടായിട്ടാണ്. ആദ്യത്തേനെ പൊതുസമൂഹം ഒരു ഗുണപരമായിട്ടുള്ള, ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു തലത്തെ നിർത്തിക്കൊണ്ട് കാണുമ്പോൾ അധസ്ഥിത ദളിത് വിഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ഇത്തരം പ്രതികരണങ്ങളെ ഒരു കെർവിൻ്റെയോ അല്ലെങ്കിൽ ഒരു അസൂയയുടെയോ അല്ലെങ്കിൽ ഒരു അനാവശ്യമായിട്ടുള്ള ജാതി ഞങ്ങളൊക്കെ എല്ലാം തരുന്നില്ലേ, പ്രൊട്ടക്ഷൻ തരുന്നില്ലേ, ഞങ്ങളൊക്കെ കർത്തൃത്വം തരുന്നില്ലേ, നിങ്ങൾ എന്തിനാണ് അതിനെ ആ രീതിയിൽ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നത് എന്നുള്ളൊരു സമീപനം പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്നു. അത് ജാതി വ്യവസ്ഥയുടെ പ്രശ്നമാണ്, നമുക്കറിയാം. അങ്ങനൊരു തലത്തിൽ ഈ ഒരു യാഥാർത്ഥ്യത്തിൽ നമ്മൾ കാണുമ്പോൾ അംബേദ്കറുടെ രൂക്ഷമായിട്ടുള്ള വിമർശനത്തിന് സാങ്കത്യമില്ലേ? അത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയല്ലേ യഥാർത്ഥത്തിൽ ജാതി? കാരണം അത് അധസ്ഥ വിഭാഗങ്ങളെ അവരുടെ ആത്മാഭിമാനത്തെ ഉയർത്തുക എന്നുള്ളൊരു ഉപകരണമായിട്ടാണ് അംബേദ്കറിനെ കാണുന്നത്. അങ്ങനെയുള്ളൊരു ഉപകരണത്തിന് അവരുടെ അധികാരം മറ്റാരുടെ കർത്തൃത്വമില്ലാതെ സ്ഥാപിച്ചെടുക്കാനുള്ള അവരുടെ അധികാരത്തെ, അവരുടെ അവകാശത്തെ അംബേദ്കർ അല്ലേ കൂടുതൽ സാർത്ഥകമായി പ്രതിദാനം ചെയ്യുന്നത് എന്ന് ഗാന്ധിയെയും അംബേദ്കറെയും വെച്ച് പരിശോധിക്കുമ്പോൾ ആ രീതിയിൽ നമുക്ക് വിശകലനം നിരീക്ഷിക്കുന്നതിൽ ശരിയുണ്ടോ, അല്ലെങ്കിൽ അത് നിരീക്ഷിക്കുന്നത് തെറ്റാണോ എന്നുള്ള കാര്യത്തിൽ ഉള്ള ഉത്തരവും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് സംവാദം അവസാനിപ്പിക്കാൻ തോന്നും. അല്ല, ഗാന്ധിയെയും അംബേദ്കറെയും അങ്ങനെ രണ്ട് ശത്രുതാപരമായ നിലകളിൽ നിർത്തിക്കൊണ്ട് പരിശോധിക്കുന്നതിൽ ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള
അംബേദ്കറുടെ ഊന്നലുകളിലുള്ള വ്യത്യസ്തതയുണ്ട്. അത് നമ്മൾ പല രീതിയിൽ ഇന്ന് നമ്മുടെ കേരള സമൂഹത്തിലും നമ്മൾ ആ രീതിയിലുള്ള വലിയ ഒരു ഈ ഒരു സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ പല രീതിയിൽ ഇപ്പം കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഒരു ദളിത് ഒരു ചരിത്രബോധം ഒരു ദളിത് ജനമീമാംസ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പല 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 പരിശ്രമങ്ങളും അതിന് പല വിഭാഗീയതകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും അത് മലയാളിയുടെ ചിന്താശീലത്തെയൊക്കെ തന്നെ വലിയ രീതിയിൽ മാറ്റിയിട്ടുണ്ട്. മലയാളിയുടെ ഭാഷാബോധത്തെ നമുക്ക് ഇപ്പം ഭാഷാപ്രയോഗത്തെ അവരുടെ ചിന്താശീലങ്ങളിലെല്ലാം തന്നെ പല പല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. നിശ്ചയമായിട്ടും അംബേദ്കറുടെ കാഴ്ചപ്പാടുകൾ നിശ്ചയമായിട്ടും ആ രീതിയിൽ നമ്മൾ വളരെ പ്രസക്തിയോടുകൂടി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഗാന്ധിയുടെ വിശാലമായ ഈ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ അംബേദ്കർ മുമ്പോട്ട് വെച്ച ജാതി വിരുദ്ധ കാഴ്ചപ്പാടുകൾക്ക് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെയേറെ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് ഗാന്ധിജിയും അംബേദ്കറെയും ചേർത്ത് വെക്കുന്ന ഒരു രാഷ്ട്രീയ ദർശനം തന്നെ രൂപം കൊള്ളണം എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ സംവാദം ഏതെങ്കിലും തരത്തിൽ പുതിയ അന്വേഷണങ്ങൾക്ക് നിങ്ങൾ കാരണമാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ സംവാദം ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. അടുത്ത പരിപാടിയിലേക്ക് സംഘാടകർക്ക് കടക്കേണ്ടതുണ്ട്. ഈ ഗാന്ധി, അംബേദ്കർ, ലോഹ്യ, ഡോക്ടർ വർഗീസ് ജോർജ്, ബോബി തോമസ് എന്നിവർ നടത്തിയ സംവാദമാണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ കേട്ടത്. ഇനി ഈ ഒരു ചടങ്ങിന് കൃതജ്ഞത അറിയിക്കാൻ ശ്രീ KK കൃഷ്ണനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഹലോ പ്രിയപ്പെട്ടവരെ, പരിപാടി ഗാന്ധി ഫെസ്റ്റ് ഈ സമാപനത്തോടെ എടുക്കുകയാണ്. ഔപചാരികമായി 3-ാം തീയതി ആരംഭിച്ച ഗാന്ധി ഫെസ്റ്റ് യഥാർത്ഥത്തിൽ ഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 രാവിലെ 9 മണിക്ക് തന്നെ ആരംഭിക്കുകയുണ്ടായി. നിരവധിയായ പ്രസംഗങ്ങൾ കൊണ്ടും നിരവധിയായ സംവേദനങ്ങൾ കൊണ്ടും ധന്യമായ ഒരു പരിപാടിയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിരവധിയായ മണിക്കൂറുകൾ രാപകലുകൾ സമ്മാനിച്ചുകൊണ്ടാണ് വടകരയിൽ ഈ ഗാന്ധി ഫെസ്റ്റ് സമാപിക്കുന്നത്. 11ാമത് സെഷൻ ഇവിടെ സമാപിക്കുമ്പോൾ സമാപന സമ്മേളനം ആരംഭിക്കുകയും അതിനുശേഷം ഗാന്ധി എന്ന നാടകം അവതരിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി സമാപിക്കും. ഗാന്ധി, അംബേദ്കർ, ലോഹ്യ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് പ്രഗത്ഭരായ 2 നേതാക്കന്മാർ ഇവിടെ സംവദിക്കുകയുണ്ടായി. ഈ പരിപാടിയിൽ സംബന്ധിച്ച പ്രിയപ്പെട്ട വർഗീസ് ജോർജ്, ബേബി തോമസ് എന്നിവർക്ക് സംഘാടക സമിതിയുടെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ പ്രജീഷ് തത്വത്ത്, അതുപോലെ ഈ പരിപാടിക്ക് അധ്യക്ഷം വഹിച്ച അഥവാ ഈ സംവാദന പരിപാടിയുടെ മോഡറേറ്റ് ആയിട്ടുള്ള സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടി ഭാരവാഹി കൂടി ആയിട്ടുള്ള അഡ്വക്കേറ്റ് വിനോദ് പയ്യടയ്ക്കും ഈ സംഘാടക സമിതിയുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഈ വിഷയത്തെ സാഗൂതം വീക്ഷിച്ച പ്രതിനിധികൾക്ക് സംഘാടക സമിതിയുടെ നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. മാനവികതയാണ് എല്ലാ ദർശനങ്ങളുടെയും മർമ്മമെന്നും പറഞ്ഞ മഹാത്മാഗാന്ധി എന്ന മഹാമനുഷ്യൻ സഞ്ചരിച്ച കൈവഴികളുടെ സമകാലിക വായനയായ ഗാന്ധി ഫെസ്റ്റിൻ്റെ അവസാന ഭാഗമായ സംവാദത്തിൽ ഗാന്ധി, അംബേദ്കർ, ലോഹ്യ എന്ന സംവാദത്തിൽ പങ്കെടുത്ത ബോബി തോമസ് അവർകളെ ഉപഹാരം സമർപ്പിച്ച് ആദരിക്കുന്നു. സി കുമാരൻ.
ഗാന്ധി അംബേദ്കർ ലോഹ്യ, ഡോക്ടർ വർഗീസ് ജോർജ്, ശ്രീ ബോബി തോമസ്, മോഡറേറ്റർ ശ്രീ വിനോദ് പയ്യട. ചിന്തകളിൽ, വിചാരങ്ങളിൽ, പ്രായോഗികതയിൽ വ്യത്യസ്തതകളുടെ കണ്ടെത്തൽ പുനരുൽപാദനപരമായിരിക്കണമെന്ന വിശാല വീക്ഷണത്തിലേക്കുള്ള ഒരു വഴികാട്ടിയായി ഗാന്ധി ഫെസ്റ്റിലെ അവസാനത്തെ ഈ സെഷൻ അവസാനിക്കുകയാണ്. സംവാദങ്ങൾ ഗുണപരമായി തുടരാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണെന്ന ഓർമ്മപ്പെടുത്തലോടെ, ഒപ്പം സെഷനുകൾ പെട്ടെന്ന് തീർന്നുപോയല്ലോ എന്ന സങ്കടപ്പെടുത്തലോടെ ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും സംഘാടക സമിതിയുടെ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ.